നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം നമുക്ക് ഭയങ്കര റെലവൻസ് കൊണ്ട് മാത്രമല്ല, ഭയങ്കര രസമാണ് പഠിക്കാൻ എന്നുള്ളത് കൊണ്ടാണ്. പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ രസമുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ബാക്കിയുള്ള GK ഒക്കെ പഠിക്കുന്ന പോലെ ഒരു ഫാക്ച്വൽ നോളജിന് വേണ്ടി മാത്രം പഠിക്കുന്നത് കൊണ്ടായിരിക്കാം മേ ബി നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗം കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ഒരു ടഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവുക. നേരെ മറിച്ച് അത് നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഭാഗമാണ് എന്നുള്ള തോന്നലല്ല, അതാണ് യാഥാർത്ഥ്യം. ഓക്കെ, ആ ഒരു യാഥാർത്ഥ്യത്തോടുകൂടി പഠിച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഇഷ്ടം തോന്നുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എസ്പെഷ്യലി നിലനിൽക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിട്ട് വരുന്ന ഒരു സാധനമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഇഷ്ടത്തോടെ കാണാം. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വെറുതെ ഒരു എക്സാമിന് പഠിക്കുക എന്നുള്ളതിൽ അപ്പുറത്തേക്ക് നമ്മുടെ ലൈഫിന് വേണ്ട സാധനങ്ങളാണ് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. അപ്പൊ അതവിടെ മൈൻഡിൽ കിടന്നോളൂ. നമുക്ക് വേണ്ട ഒരു സാധനം എപ്പോഴും നമ്മുടെ മൈൻഡിൽ കിടക്കും. നമുക്ക് വേണ്ടാത്ത സാധനങ്ങളാണ് മൈൻഡിൽ നിന്ന് വേഗം ചാടിപ്പോവുക. ഓക്കെ, നമുക്ക് വേണ്ടതാണ് എന്നുള്ള ഓർമ്മയിൽ പഠിക്കുക. ആസ് യൂഷ്വൽ നമ്മുടെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും നടക്കാറുള്ളത് പോലെ ചോദ്യം കാണിക്കും, നിങ്ങൾ ഉത്തരം ഷൂട്ട് ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, ആൻസർ എന്താണെന്നുള്ളത് പറഞ്ഞു തരും. എന്തുകൊണ്ട് അത് ആൻസർ ആയി, എന്തുകൊണ്ട് ബാക്കി ഓപ്ഷൻസ് തെറ്റായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ പോവാ. അപ്പൊ തുടങ്ങിയല്ലേ? യെസ്, ഓക്കെ. മൂവിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യത്തിൽ ഇന്ത്യൻ ഭരണഘടന, ഇപ്പോഴത്തെ പ്രസന്റ് ഭരണഘടന മാത്രമല്ല, നമ്മൾ നാട്ടുരാജാക്കന്മാരൊക്കെ ഭരിച്ചിരുന്ന കാലത്തുള്ള കേരള എന്താ പറയാ ലീഗൽ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ലോ സിസ്റ്റം ഒക്കെ ചെറുതായിട്ട് ചോദ്യങ്ങളായിട്ട് 1-2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഇതിന്റെ കൂടെ ഒന്ന് പഠിക്കേണ്ടി വരും കേട്ടോ. മൂവിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which reform was introduced by Diwan Govinda Menon to commemorate the Jubilee of Queen Victoria? Queen Victoria'യുടെ കമമറേഷന്റെ സമയത്ത്, ജൂബിലി കമമറേഷന്റെ സമയത്ത് ദിവാൻ ഗോവിന്ദ മേനോൻ, കൊച്ചി ദിവാൻ ആയിരുന്നു പുള്ളിക്കാരൻ, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ദിവാൻ ഗോവിന്ദ മേനോൻ എന്താ പറയാ ക്യൂൻ വിക്ടോറിയയെ ഓർമ്മിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അവരെ അനുസ്മരിച്ചുകൊണ്ടുള്ള അവരുടെ ജൂബിലി കമമറേഷന്റെ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു റിഫോർമേഷൻ അല്ലെങ്കിൽ ഒരു റിനോവേഷൻ എന്ന് പറയുന്നത് ഓപ്പണിംഗ് ദ ഫസ്റ്റ് സ്കൂൾ ഫോർ ഗേൾസ് ഇൻ കൊച്ചിൻ സ്റ്റേറ്റ് തൃശ്ശൂർ. അതായത് കൊച്ചി നാട്ടുരാജാക്കന്മാരുടെ കീഴിൽ അവരുടെ ആ ഭരണ സംവിധാനത്തിന്റെ അകത്ത് ആദ്യമായിട്ട് ഈ ഗേൾസ് സ്കൂൾ തുടങ്ങുക എന്നുള്ളതായിരുന്നു പുള്ളിക്കാരൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫസ്റ്റ് റിഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബാക്കിയുള്ളതിനെ കുറിച്ചൊക്കെ അബോളിഷൻ ഓഫ് കമ്പൽസറി ലേബറെ നിർബന്ധപൂർവ്വം ജോലി എടുപ്പിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് സ്കൂളിൽ എന്താ പറയുക ഗ്രാന്റുകൾ, ഗവൺമെന്റ് എയ്ഡുകൾ കൊടുക്കുക. അതേപോലെ ഈ ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ തൃശ്ശൂർ എന്ന് പറയുന്നത്, ഇത് ശരിക്കും പുള്ളിക്കാരൻ കൊണ്ടുവന്നതാണ്, ഗോവിന്ദമേനോൻ കൊണ്ടുവന്ന റിഫോർമേഷൻ ആണത്. പക്ഷെ അത് ഈ പറഞ്ഞ ക്യൂൻ വിക്ടോറിയയുടെ കമ്മറേഷന്റെ സമയത്തല്ല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്തായാലും പുള്ളിയെ കുറിച്ചൊന്ന് പഠിക്കാം. ആരാണ് പുള്ളി, എന്തൊക്കെ ചെയ്തെന്നുള്ളതൊന്ന് നോക്കാം. ഞാനൊരു പേന എടുക്കുന്നുണ്ട്. തോട്ടക്കാട്ട് ഗോവിന്ദ മേനോൻ എന്നാണ് പുള്ളിയുടെ മുഴുവൻ പേര്. ടി ഗോവിന്ദ മേനോൻ എന്നൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ തെരഞ്ഞാൽ കാണാം. 1823 ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ 19th സെഞ്ചുറിയാണ്. വാസ് ആൻ ഇന്ത്യൻ സിവിൽ സെർവന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ ഹു സെർവ്ഡ് ആസ് ദ ദിവാൻ ഓഫ് കൊച്ചിൻ കിങ്ഡം. കൊച്ചി നാട്ടുരാജാവിന്റെ കാലത്തുള്ള ദിവാൻമാരുണ്ടല്ലോ, ഈ രാജാവിന്റെ വലങ്കൈ എന്നുള്ള പോലെയൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരാളായിരുന്നു ഈ പറഞ്ഞ ഗോവിന്ദ മേനോൻ. 1879 മുതൽ 1890 വരെ ഏകദേശം 10-11 വർഷക്കാലം പുള്ളിക്കാരൻ എവിടെ ഉണ്ടായിരുന്നു? കൊച്ചി നാട്ടുരാജാവിന്റെ ഏറ്റവും വിശ്വസ്തനായ സെർവന്റ് ആയിട്ട് അല്ലെങ്കിൽ ദിവാനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഹി വാസ് ദ യങ്ങർ ബ്രദർ ഓഫ്, ഇനി നമ്മൾ അടുത്ത ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കുറച്ച് റിലേറ്റീവ്സിന്റെ പേരുകളൊക്കെ പല ചോദ്യങ്ങളിലും കാണും. ഇദ്ദേഹം ടി ശങ്കുണ്ണി മേനോന്റെ ബ്രദർ ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ, ടി ശങ്കുണ്ണി മേനോൻ ഒന്ന് ഓർത്ത് വെക്കട്ടോ, നമ്മൾ അടുത്ത കുറച്ച് ചോദ്യങ്ങൾ അപ്പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരനെ കുറിച്ചുള്ള ചോദ്യം വേറെ അവിടെ വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് വാസ് ഡ്യൂറിംഗ് ഹിസ് ടെനർ ദാറ്റ് ദ ബോർഡർ ബിറ്റ്വീൻ കൊച്ചിൻ ആൻഡ് ട്രാവൻകൂർ കിങ്ഡംസ് വാസ് സെറ്റിൽഡ്. അതായത് തിരുവിതാംകൂർ രാജാവും അല്ലെങ്കിൽ തിരുവിതാംകൂർ നാട്ടുരാജ്യവും കൊച്ചി നാട്ടുരാജ്യവും തമ്മിലുള്ള ബോർഡർ ഉണ്ടല്ലോ, അതായത് ഇത്ര വരെ തിരുവിതാംകൂർ ആണ്, ഇവിടുന്ന് അങ്ങോട്ട് കൊച്ചിയാണ് എന്ന് പറയപ്പെടുന്ന ബോർഡർ ലൈൻ ഒക്കെ സെറ്റ് ആവുന്നത് ഈ പുള്ളിക്കാരൻ എന്താ പറയുക ദിവാനായിട്ടുണ്ടായിരുന്ന സമയത്താണ്. ഞാൻ ദിവാൻ ഗോവിന്ദ മേനോൻ, ദിവാൻ ഇന്നത്തെ പ്രൈം മിനിസ്റ്ററിന്റെ പവറുള്ള ആളാണ്, അന്ന് ദിവാൻ എന്ന് വിളിക്കുന്ന ആള്. ഞാൻ കൊച്ചി നാട്ടുരാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം. പുള്ളി ക്യൂൻ വിക്ടോറിയ കമ്മമറേറ്റ് ചെയ്തിരുന്നു. ക്യൂൻ വിക്ടോറിയയുടെ ഗോൾഡൻ ജൂബിലിയുടെ സമയത്ത്
കൊണ്ടുവന്നിട്ടുള്ളതാണ് കൊച്ചിയിൽ ഗേൾസ് സ്കൂൾ തുടങ്ങുക എന്നുള്ളത്. എന്തിനായിരുന്നു അങ്ങനെ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് പുള്ളി എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ അതായത് കൊച്ചി നാട്ടുരാജാവിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിൽ മുഴുവൻ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം എന്താക്കുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളായിരുന്നു അതിന്റെ ലക്ഷ്യം. ആ വർഷം ഒന്ന് ഓർത്ത് വെക്കുക, 1879 ടു 1890 വരെയാണ് പുള്ളി ദിവാനായിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് ക്യൂൻ വിക്ടോറിയയുടെ ഗോൾഡൻ ജൂബിലി വരുന്നത്. ആ ഗോൾഡൻ ജൂബിലി കമ്മമറേഷന്റെ ഭാഗമായിട്ടാണ് ഫസ്റ്റ് ഗേൾസ് സ്കൂൾ എവിടെ തുടങ്ങുന്നത്, കൊച്ചിയിൽ തുടങ്ങുന്നത്, ഫോർ ദ ഫീമെയിൽ ഡെവലപ്മെന്റ് ഓഫ് ഫീമെയിൽ എഡ്യൂക്കേഷൻ. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ടി ശങ്കുണ്ണിമേനോൻ പുള്ളിയുടെ ബ്രദർ ആയിരുന്നു എന്നുള്ളത് വെറുതെ കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. തിരുവിതാംകൂറും കൊച്ചി നാട്ടുരാജ്യവും തമ്മിലുള്ള ബോർഡർ ലൈൻ ഒക്കെ സെറ്റിൽഡ് ആവുന്നത് ഈ പറഞ്ഞ ഗോവിന്ദമേനോൻ ദിവാനായിരുന്ന സമയത്തായിരുന്നു. ഓക്കെ ആണോ? ക്യാൻ വി മൂവ് ടു ദ നെക്സ്റ്റ്? വിച്ച് provision of the Indian Constitution guarantees equality in public employment? പബ്ലിക് എംപ്ലോയ്മെന്റിൽ ഈക്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ ആണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി 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 നമുക്ക് ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 16 പബ്ലിക് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. ഇത് ഗവൺമെന്റിന്റെ കീഴിലുള്ള തൊഴിൽ അവസരങ്ങൾ ഉണ്ടല്ലോ, ഗവൺമെന്റ് PSC മുഖാന്തരം കൊടുക്കുന്ന തൊഴിലുകൾ. ആ തൊഴിലുകളിൽ ഈക്വാലിറ്റി ഗ്യാരണ്ടി ചെയ്യണം, എൻഷുർ ചെയ്യണം എന്നുള്ളത് ആർട്ടിക്കിൾ 16 പ്രകാരമാണ് പറയുന്നത്. എല്ലാ തൊഴിലിലും ഈക്വാലിറ്റി ഉണ്ട്, എസ്പെഷ്യലി ഇതിവിടെ ഈക്വാലിറ്റി ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് ആർട്ടിക്കിൾ 16 പറയുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആർട്ടിക്കിൾ 16 എന്താന്ന് പഠിക്കും, ആർട്ടിക്കിൾ 15 17 18 എന്താന്ന് പഠിക്കും. എല്ലാ ആർട്ടിക്കിളും പഠിച്ചിട്ടേ നമ്മൾ പോകുള്ളൂ കേട്ടോ. ഇപ്പൊ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആർട്ടിക്കിൾ 16 പഠിക്കാം. ആർട്ടിക്കിൾ 16 പേര് തന്നെ ഇങ്ങനെയാണ്, ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. അതായത് പബ്ലിക് എംപ്ലോയ്മെന്റുമായ എസ്പെഷ്യലി PSC പോലെയുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന തൊഴിലവസരങ്ങളിൽ ഈക്വൽ അവസരങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളത്. അത് ശരിക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഭരണഘടനയുടെ 3rd പാർട്ടിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയുന്നത്. ആ ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്തുള്ള ഒരു ആർട്ടിക്കിൾ ആണ് എന്ത്, ഈക്വാലിറ്റി ഫോർ പബ്ലിക് എംപ്ലോയ്മെന്റ് എന്നുള്ളത്, ഓപ്പർച്യൂണിറ്റി ഫോർ പബ്ലിക് എംപ്ലോയ്മെന്റ് എന്നുള്ളത്. And ensure that all citizens have equal opportunities when it comes to employment or appointment to any office under the state. അതായത് ഗവൺമെന്റിന്റെ കീഴിലുള്ള, സ്റ്റേറ്റ് എന്നോട് ഉദ്ദേശിക്കുന്നത് രാജ്യത്തെയാണ് കേട്ടോ, ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏത് എംപ്ലോയ്മെന്റ് പൊസിഷനിലേക്കും ഏത് ഓഫീസ് പോസ്റ്റിലേക്കും അവസരങ്ങൾ വരുമ്പം അവിടെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ജെൻഡറിന്റെ ബേസിലോ അല്ലെങ്കിൽ ഈ കാസ്റ്റിന്റെ ബേസിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്പാരിറ്റിയുടെ ബേസിലോ അവിടെ ഒരു വിഭാഗത്തിന് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് ആർട്ടിക്കിൾ 16 പറയുന്നത്. ഇറ്റ് ഈസ് എ വൈറ്റൽ ആസ്പെക്ട് ഓഫ് ദ റൈറ്റ് ടു ഈക്വാലിറ്റി സ്പെസിഫിക്കലി അപ്ലൈ ടു ദ റെലം ഓഫ് പബ്ലിക് സർവീസ്. ഓക്കെ, ഇനി ആ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ബാക്കി ആർട്ടിക്കിളുകൾ ഉണ്ട്. ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16 ഓൾറെഡി പറഞ്ഞു, ആർട്ടിക്കിൾ 17 ആൻഡ് ആർട്ടിക്കിൾ 18. ഇതൊക്കെ എന്താന്നുള്ളത് നോക്കാം. ഇതൊക്കെ നമ്മൾ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളാണ്. ഇതിൽ ആർട്ടിക്കിൾ 15 പറയുന്നത് ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ആളുകളോട് കാണിക്കാൻ പാടില്ല. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഒരു തരത്തിലുള്ള വിവേചനവും ഒരു മനുഷ്യനോട് നമ്മൾ ഇന്ത്യക്കകത്ത് കാണിക്കാൻ പാടില്ല, ഇന്ത്യൻ പൗരനോട് കാണിക്കാൻ പാടില്ല. മതത്തിന്റെ പേരിലായിക്കോട്ടെ, നിറത്തിന്റെ പേരിലായിക്കോട്ടെ, ജാതിയുടെ പേരിലായിക്കോട്ടെ, ജെൻഡറിന്റെ പേരിലായിക്കോട്ടെ, അയാൾ ജനിച്ച സ്ഥലത്തിന്റെ പേരിലായിക്കോട്ടെ, ഒന്നിന്റെ പേരിലുമുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് എന്ത്, ആർട്ടിക്കിൾ 15. ഡിസ്ക്രിമിനേഷൻ ജസ്റ്റ് നോട്ട് ചെയ്യുമ്പോൾ പഠിക്കുമ്പോൾ ഡിസ്ക്രിമിനേഷൻ എന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി, ബാക്കി മൈൻഡിലേക്ക് ഓട്ടോമാറ്റിക്കലി വരണം. Okay, it ensures that the state doesn't discriminate against any citizen based on these factors and also prevent citizens from being subjected to any disability, liability, restriction or condition regarding access to public places or the use of public facilities based solely on these grounds. അതായത് അതിൽ തന്നെ നമ്മുടെ പബ്ലിക് പ്രോപ്പർട്ടീസ് ഉപയോഗിക്കുമ്പം അല്ലെങ്കിൽ പബ്ലിക് ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്ന സമയത്ത് ഡിസാബിലിറ്റിയുടെ പേരിലോ അല്ലെങ്കിൽ മേൽപ്പറഞ്ഞ മറ്റെന്തെങ്കിലും ഘടകങ്ങളുടെ പേരിലോ വിവേചനം പബ്ലിക് പ്ലേസുകൾ ഉപയോഗിക്കുന്നതിൽ ഒരാളോടും കാണിക്കാൻ പാടില്ല എന്നുള്ളതും ആർട്ടിക്കിൾ 15 ആണ് പറയുന്നത്. ഇൻ കേസ് നമ്മൾ കാണിച്ചാൽ നമുക്ക് ശിക്ഷ വിധിക്കുക ആർട്ടിക്കിൾ 15 പ്രകാരമായിരിക്കും എന്നുള്ളത് മാത്രം മൈൻഡിൽ വെച്ചാൽ മതി. ഓക്കെ, വൈൽ ഇറ്റ് പ്രൊമോട്ട് ഈക്വാലിറ്റി ഇറ്റ് ഡസന്റ് സ്പെസിഫിക്കലി അഡ്രസ് ഈക്വാലിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്. ഒരിക്കലും ആർട്ടിക്കിൾ 15 പറയുന്നത് എംപ്ലോയ്മെന്റ് പരമായിട്ടുള്ള ഈക്വാലിറ്റിയെ കുറിച്ചല്ല, ഡിസ്ക്രിമിനേഷന്റെ ബേസിലുള്ള അല്ലെങ്കിൽ അത് ഇല്ലാതാക്കുന്ന ഈക്വാലിറ്റിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ആർട്ടിക്കിൾ 16 ആണ്.
ഇനി അടുത്തത് ആർട്ടിക്കിൾ 17 ആണ്. അതും ഇതൊക്കെ ഏകദേശം കണക്റ്റഡ് ആണ് കേട്ടോ. ഈക്വാലിറ്റി എന്നുള്ള വലിയ ബ്രോഡർ കോൺസെപ്റ്റിനകത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന അംബ്രല്ല ടേമിനകത്താണ് ഈ 4 ആർട്ടിക്കിളുകളും വരുന്നത്. ആർട്ടിക്കിൾ 15 സംസാരിക്കുന്ന ഡിസ്ക്രിമിനേഷനെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 16 സംസാരിക്കുന്ന പബ്ലിക് എംപ്ലോയ്മെന്റിലെ ഈക്വാലിറ്റിയെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 17 സംസാരിക്കുന്നത് അൺടച്ചബിലിറ്റിയെ കുറിച്ചാണ്. തൊട്ടുകൂടായ്മ, അതായത് ജാതിയുടെ പേരിലോ നിറത്തിന്റെ പേരിലോ ആ മനുഷ്യനെ നമ്മൾ തൊടൂല എന്ന് പറയുന്ന സാധനമല്ല. പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ജമീന്ദാർ സിസ്റ്റം, ജന്മിത്ത സംവിധാനം, ഈ സാധനങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17, എബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുന്ന സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഈ പറഞ്ഞ എന്താ പറയാ, ജാതിയുടെ പേരിലോ അല്ലെങ്കിൽ നിറത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മതത്തിന്റെ പേരിലോ വട്ടെവർ ഇറ്റ് ഈസ്, ആ മനുഷ്യനെ എന്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എന്താ പറയാ ആർട്ടിക്കിൾ 17 അണ്ടറിൽ നമ്മൾ ചെയ്യുന്നത് വലിയൊരു ഒഫൻസ് ആണ്. അതിന്റെ കീഴിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അവിടെയും മുമ്പോട്ട് വെക്കുന്ന സാധനം എന്താ? സോഷ്യൽ ഈക്വാലിറ്റി എന്ന് പറയുന്ന സാധനമാണ്. എസ്പെഷ്യലി ഇവിടെ കേരളത്തെ സംബന്ധിച്ച് ജാതി വ്യവസ്ഥയുടെ പേരിലായിരുന്നു ഒരു അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്നത്. അതില്ലാതാക്കാനാണ് ആർട്ടിക്കിൾ 17 ആഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത് അതും ഈക്വാലിറ്റി റിലേറ്റഡ് ആണ്. അതായത് ദിസ് ആർട്ടിക്കിൾ അബോളിഷസ് ടൈറ്റിൽസ് എക്സെപ്റ്റ് ഫോർ മിലിറ്ററി ആൻഡ് അക്കാഡമിക് ഡിസ്റ്റിങ്ഷൻ. അതായത് പണ്ട് നമ്മൾ ഈ ഓച്ചാനിച്ച് നിൽക്കാന്ന് പറയുന്ന പണ്ടത്തെ ജമീന്ദാർ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന സാധനം ഉണ്ടല്ലോ. അതായത് എന്താ പറയാ, എന്തെങ്കിലും കാരണം അധികാരം കൊണ്ടോ പണം കൊണ്ടോ അല്ലെങ്കിൽ തമ്പ്രാന്നൊക്കെ വിളിക്കുന്ന പണ്ടത്തെ സിസ്റ്റം ഉണ്ടല്ലോ, അങ്ങനത്തെ ടൈറ്റിൽസ് ഒക്കെ കൂട്ടി വിളിക്കുന്ന പരിപാടി ഉണ്ട്. അതായത് ഒരു വിഭാഗത്തിന് മാത്രം ഒരു എലീറ്റ് പവർ ഉണ്ട്, അല്ലെങ്കിൽ അവർ സോഷ്യൽ ഹയറാർക്കിയിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന മനുഷ്യന്മാരാണ്. അവരെ നമ്മൾ ഈ പറഞ്ഞ പോലെ അവരുടെ മുമ്പിൽ കുമ്പിട്ട് തൊഴുത് അവരെ സാറെന്നോ അല്ലെങ്കിൽ തമ്പ്രാന്നോ ഒക്കെ വിളിച്ച് നിൽക്കണം എന്ന് പറയുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിനെ അബോളിഷ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത്. ഓക്കെ, അബോളിഷസ് ടൈറ്റിൽ, പക്ഷെ എക്സെപ്റ്റ്, നമ്മൾ ഈ സാർ ആവശ്യമില്ലാത്തടത്തൊന്നും സാറേ എന്ന് കയറി വിളിക്കണ്ട എന്നുള്ളതാണ് ശരിക്കും ആർട്ടിക്കിൾ 18 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എക്സെപ്റ്റ്, പക്ഷെ അവിടെയും എക്സംഷൻ ഉണ്ട്. മിലിറ്ററി പൊസിഷനിലോ അക്കാഡമിക് പൊസിഷൻസിലോ ഇരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ ടൈപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളെ നമ്മൾ ചിലപ്പം ആ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് സാർ എന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ അവരുടെ പേരിന്റെ ടൈറ്റിൽ കൂട്ടി വിളിക്കുകയോ ക്യാപ്റ്റൻ എന്ന് വിളിക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അതല്ലാതെ വേറൊരു തരത്തിലുള്ള ടൈറ്റിലും ഇന്ത്യക്കകത്ത് ആളുകൾ തമ്മിൽ ഉണ്ടാവാൻ പാടില്ല. ആ ടൈറ്റിൽ ഉള്ളത് കൊണ്ട് ആ മനുഷ്യൻ മറ്റേ ആളെക്കാൾ കുറെ അധികം പവറും ഒക്കെ ഉള്ള ഒരാളാണ്, ഹൈറാർക്കിക്കൽ ലെവലിൽ ടോപ്പ് മോസ്റ്റിൽ നിൽക്കുന്ന ആളാണ്, അയാൾ പറഞ്ഞത് അനുസരിക്കണം, അയാൾ ബാക്കിയുള്ളവർ ഒപ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഇയാളുടെ കീഴിൽ സപ്രസ്ഡ് ആയിട്ട് നിൽക്കണം. ഇങ്ങനത്തെ സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നതാണ് എന്ത്? ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഓൾസോ പ്രോഹിബിറ്റ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ഫ്രം ആക്സെപ്റ്റിംഗ് എനി ടൈറ്റിൽ ഫ്രം എ ഫോറിൻ സ്റ്റേറ്റ്. This provision aims to promote social equality by preventing the creation of hereditary or state-bestowed titles that could create a hierarchy among citizens. It doesn't relate to equality in employment opportunity. ഇന്ത്യക്കകത്ത് ഈ പറഞ്ഞ ഇത്തരം സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഹൈറാർക്കിക്കൽ ലെവല് കാണിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയവനും ചെറിയനും എന്നുള്ള ഒരു അന്തരം ഉണ്ടാക്കുന്ന ഒരു ടൈറ്റിലും ഇന്ത്യൻ ഗവൺമെന്റ് ആർക്കും കൊടുക്കൂല. ഓക്കെ, ഈ എക്സെപ്ഷണൽ കേസ് ഒഴികെ. അതേപോലെ തന്നെ ഫോറിൻ സ്റ്റേറ്റിൽ നിന്നും അത്തരം ടൈറ്റിലുകൾ ഇവിടുത്തെ സിറ്റിസൺസ് ആക്സെപ്റ്റ് ചെയ്യാനും പാടില്ല. അങ്ങനെ സിസ്റ്റം ഇവിടെ ഇല്ല. ഓക്കെ, അതായത് ഇന്ന ആള് കുറച്ച് ടോപ്പ് ലെവലിലാണ് എന്നുള്ളതിന്റെ പേരിൽ അയാൾ ഒരിക്കലും എന്തല്ല, ആരെക്കാളും വലുതല്ല. ഓക്കെ, അയാൾ ഇവിടെ എല്ലാരെയും പോലെ ഈക്വൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നേരെ മറിച്ച് അയാൾക്കുള്ള വിദ്യാഭ്യാസത്തെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ടീച്ചറെ എന്നല്ല വിളിക്കുക. അതൊരു റെസ്പെക്ടിന്റെ ആസ്പെക്റ്റിൽ വിളിക്കണാണ്. അങ്ങനത്തെ സിസ്റ്റം അല്ല ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് നേരത്തെ പണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്ന തമ്പ്ര എന്ന് പോലുള്ള ടൈപ്പ് ലേബലുകൾ കേരളത്തിലാവുമ്പോൾ അതാണ്, ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലാകുമ്പോൾ വേറെ എന്തെങ്കിലും ടേമുകളായിരിക്കും അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക. ആ ടൈപ്പ് സാധനങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. ദെൻ ഫോറിൻ സ്റ്റേറ്റുകളിൽ നിന്നും അത്തരം ലേബൽസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനും പാടില്ല എന്നുള്ളതും ആർട്ടിക്കിൾ 18 പറയുന്നുണ്ട്. ബേസിക്കലി ആർട്ടിക്കിൾ 15, 16, 17, 18 സംസാരിക്കുന്ന എന്തിനെ കുറിച്ചാണ്? ഈക്വാലിറ്റിയെ കുറിച്ചാണ് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ആൻഡ് ഓൾ ആർ കംസ് അണ്ടർ പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഇസ് റിലേറ്റഡ് ടു ഫണ്ടമെന്റൽ റൈറ്റ്സ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നേരത്തെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്തൊരു സാധനമാണ്. വാട്ട് ഇസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ആർട്ടിക്കിൾ 17 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 17ന്റെ പർപ്പസ് എന്താ? അത് എന്തിനെ കുറിച്ചാ സംസാരിക്കുന്നത്? നേരത്തെ പറഞ്ഞ അതേ സാധനമാണ്. ഓപ്ഷൻ സി. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിയുന്നത് വലിയ സന്തോഷം കേട്ടോ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇറാഡിക്കേറ്റിംഗ് അൺടച്ചബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ സാധനമാണ്. അതായത് പ്രോഹിബിറ്റിംഗ് ഡിസ്ക്രിമിനേഷൻ ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ് ഏത് ആർട്ടിക്കിളാ? പബ്ലിക് എംപ്ലോയ്മെന്റിലെ ഡിസ്ക്രിമിനേഷൻ ഏത് ആർട്ടിക്കിളാ? വിച്ച് ആർട്ടിക്കിൾ?
ആർട്ടിക്കിൾ 16. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ആർട്ടിക്കിൾ 16 ആണ്. അപ്പൊ അത് ആൻസർ ആയിട്ട് വരൂല. ദെൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി ഇല്ലാതാക്കുക, ഇറാഡിക്കേറ്റ് അൺടച്ചബിലിറ്റി എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഗ്രാൻഡിങ് സ്പെഷ്യൽ ടൈറ്റിൽസ് ഏത് ആർട്ടിക്കിളാ? സ്പെഷ്യൽ ടൈറ്റിൽസ് ഗ്രാൻഡ് ചെയ്യണത് ഒഫൻഡബിൾ ആണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 18. ഇനി റിലീജിയസ് ഫ്രീഡത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളിനെ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടില്ല. നമുക്കതൊന്ന് നോക്കാം ഏത് ആർട്ടിക്കിൾ ആണ് എന്നുള്ളത്. ഇത് ഓൾറെഡി ആർട്ടിക്കിൾ 16 നമ്മൾ പറഞ്ഞു. റിലീജിയസ് ഫ്രീഡത്തെ കുറിച്ച് സംസാരിക്കുന്ന ആർട്ടിക്കിളുകൾ ശരിക്കും ഒന്നല്ല, ശരിക്കും 4 ആർട്ടിക്കിളുകൾ. ഡിസ്ക്രിമിനേഷൻ 15 അത് ഈ പറഞ്ഞ പോലെ ഒന്നിച്ചുള്ള, അതായത് റിലീജിയൻ മാത്രമല്ല. ഡിസ്ക്രിമിനേഷനെ കുറിച്ച് പറയുന്ന നമ്മൾ ആർട്ടിക്കിൾ 15 അകത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. മതമുണ്ട്, ജാതിയുണ്ട്, നിറമുണ്ട്, ഒക്കെ ഉണ്ട്. നേരെ മറിച്ച് നമ്മൾ റിലീജിയൻ മാത്രമായിട്ട് കണക്ട് ചെയ്ത് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ ഒരു ആർട്ടിക്കിൾ അല്ല പറയാ, 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളുകൾ റിലീജിയസ് ഫ്രീഡം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ്. ഓക്കെ, വിച്ച് കളക്റ്റീവ്ലി എൻഷുർ ദ ഫ്രീഡം ഓഫ് കൺസൈൻസ് ആൻഡ് ദ ഫ്രീ പ്രൊഫഷൻ പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ. അതായത് ഇന്ത്യക്കകത്ത് നമ്മൾ വിശ്വസിക്കുന്ന ഏത് മതത്തെയും, നമുക്ക് അത് ഏത് മതവും ആയിക്കോട്ടെ കേട്ടോ, ഒരു മതത്തിനും അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. ഏത് മതവും ആയിക്കോട്ടെ, ആ മതം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കാനും ആ മതത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രാക്ടീസുകൾ, അത്തരം വിശ്വാസങ്ങൾ ഫോളോ ചെയ്യാനും അതിന്റെ റിലീജിയസ് ആയിട്ടുള്ള പ്രാക്ടീസുകൾ കൂടെ കൊണ്ടു നടക്കാനും നമ്മുടെ മതത്തെ മറ്റൊരാൾക്ക്, അതായത് വേറൊരു മനുഷ്യന്, ഇന്ത്യക്കകത്തോ പുറത്തുള്ള വേറൊരു മനുഷ്യനെ ഹേർട്ട് ചെയ്യാത്ത, അയാൾക്ക് ജീവദ്രവ്യ മാനഹാനി വരുത്താത്ത രീതിയിൽ നമ്മുടെ മതത്തെ പ്രചരിപ്പിക്കാനുമുള്ള ഫ്രീഡം നമുക്കുണ്ട് എന്നുള്ളതാണ്. ഇതാണ് എന്ത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ പറയുന്ന സാധനം. ഓക്കെ, ഇന്നത്തെ ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു ആർട്ടിക്കിൾ ആണ് എന്ത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിൾ. ആ സാധനം മാത്രം മനസ്സിൽ വെച്ച് ഓർത്താൽ തന്നെ ആ സാധനം അവിടെ കടന്നോളും. ഓക്കെ, ആൻഡ് അത് മറന്നു പോഞ്ഞാൽ മതി. ആർട്ടിക്കിൾ 15 നമ്മൾ ഇന്ന് പഠിച്ച ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 18, ദെൻ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ റിലീജിയസ് ഫ്രീഡത്തെ കുറിച്ചാണ്, മതപരമായ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന്. മൂവിങ്, ഓൾറെഡി നമ്മൾ പറഞ്ഞതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. യെസ്, വാട്ട് ഈസ് ദ ലിറ്ററൽ മീനിങ് ഓഫ് ദ ടേം മാൻഡമസ്? മാൻഡമസ് എന്നുള്ള ഒരു ലീഗൽ ടേം ആണ്. ആ ടേം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ, വി കമാൻഡ്. ബാക്കിയുള്ളത് എന്താണെന്നറിയോ? വി പ്രോഹിബിറ്റ്, വി പ്രൊട്ടസ്റ്റ്, വി ക്വസ്റ്റ്യൻ എന്നുള്ളതിനൊക്കെ ഉപയോഗിക്കുന്ന ടേം എന്താണെന്നറിയോ? ഏതിന്റെങ്കിലും ടേം അറിയോ? വി പ്രോഹിബിറ്റിന്റെയോ, വി പ്രൊട്ടസ്റ്റിന്റെയോ, വി ക്വസ്റ്റ്യന്റെയോ? നോക്കാം നമുക്ക്. കോവാറുണ്ടോ? ശരിയാണ് കേട്ടോ. ഓക്കെ, മാൻഡമസ് എന്നുള്ള ടേം വി കമാൻഡ് എന്നാണ് അതിന്റെ എന്താ പറയാ ആ ടേമിന്റെ അർത്ഥം. ലിറ്ററൽ മീനിങ് അല്ലെങ്കിൽ ഡിക്ഷണറിക്കൽ മീനിങ് ഓഫ് ദ വേർഡ് മാൻഡമസ് ഇസ് വി കമാൻഡ് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് നമ്മുടെ ലീഗൽ സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ഈ മാൻഡമസ് അല്ലെങ്കിൽ വി കമാൻഡ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് പഠിക്കണം. അതേപോലെ വി പ്രോഹിബിറ്റിന് നമ്മൾ എന്ത് ലീഗൽ ടേം ആണ് ഉപയോഗിക്കുന്നത്? വി പ്രോഹിബിറ്റുമായിട്ട് ചെറിയ കണക്ഷൻ ഉള്ള ഒരു ലീഗൽ ടേം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതെന്തിനാണ്? വി പ്രൊട്ടസ്റ്റിന്റെ ലീഗൽ ടേം എന്താണ്? അതെന്തിനാണ്? വി ക്വസ്റ്റ്യന്റെ ലീഗൽ ടേം എന്താണ്? അതെന്തിനാണ്? 3 സാധനങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണേ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പലതും സിനിമകളിലൊക്കെ കേട്ട സാധനങ്ങളായിരിക്കും. നോക്കാം നമുക്ക്. ഇൻ ലീഗൽ ടേംസ്, അപ്പം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ, അതായത് ഈ 4 റിട്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഈ 4 സാധനങ്ങളും നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലേക്ക് എവിടുന്നാ വന്നു ചോദിച്ചാൽ റിട്ടുകളാണ്. പണ്ട് സ്കൂളിൽ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ സോഷ്യൽ സ്റ്റഡീസിൽ പഠിക്കുന്ന സമയത്ത് 9th-ലോ 10th-ലോ ഒക്കെ റിട്ടുകളുടെ ഒരു ലിസ്റ്റ് തന്നെ അങ്ങോട്ട് തരും. കുറെ റിട്ടുകൾ ഉണ്ടാവും. ആ റിട്ട് എന്തിനാണെന്നുള്ള സാധനങ്ങളൊക്കെ പഠിക്കും. പിന്നെ അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ റിട്ടുകളെ കെട്ടത് ദൃശ്യം സിനിമ ഇറങ്ങിയപ്പോഴാണ്, ഹേബിയസ് കോർപ്പസിനെ കുറിച്ച്. അങ്ങനെ കുറെ റിട്ടുകളുണ്ട്. ഇഷ്ടംപോലെ റിട്ടുകൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ റിട്ട് എന്നുള്ളതാണ്. ഓക്കെ, റിട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ആദ്യം നമുക്ക് പറയാം, എന്നിട്ട് ആ റിട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇൻ ലീഗൽ ടേംസ്, എ റിട്ട് ഇസ് എ ഫോർമൽ റിട്ടൺ ഓർഡർ ഇഷ്യൂഡ് ബൈ എ കോർട്ട് or other authorized body issued by, ആ സാധനങ്ങളൊക്കെ ഓർത്ത് വെക്കുക, issued by a court or other authorized body directing a person or entity to take a specific action or refrain from taking it. Essentially, it is a legal directive used to enforce laws and protect rights. In India, writs are particularly important for enforcing fundamental rights and ensuring accountability of public authority. റിട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് കോടതികളോ അല്ലെങ്കിൽ കോടതിയുടെ അധികാരങ്ങൾ കൈവശം വെക്കുന്ന അതോറിറ്റികളോ,
കോടതികളോ അല്ലെങ്കിൽ കോടതിയുടെ അധികാരം കൊടുത്തുകൊണ്ടുള്ള ചില ഓതറൈസ്ഡ് ബോഡികൾ ഉണ്ടാവും. അത്തരം ബോഡികളോ ബെഞ്ചുകളോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇവരൊക്കെയാണ് ശരിക്കും റിട്ടുകൾ എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക. അപ്പൊ എന്തിനാണ് റിട്ട് ഇഷ്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്ക് റിട്ടുകൾ എന്ന് പറയുന്ന കാറ്റഗറി പോലും ഇന്ത്യയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എന്താ പറയുക പ്രൊട്ടക്ട് ചെയ്യുക. ഒരു കാരണവശാലും നമ്മുടെ അടിസ്ഥാന അവകാശങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു തരത്തിലും ഹനിക്കപ്പെടാൻ പാടില്ല. ഒരു കോടതി വിധിയുടെ പേരിലും അല്ലെങ്കിൽ കോടതി വിധി എന്നുള്ളതല്ല, ഒരു തരത്തിലുള്ള ലീഗൽ ആക്ഷന്റെ പേരിലും നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇല്ലാതാവാൻ പാടില്ല. ഇൻ കേസ് എപ്പോഴെങ്കിലും നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നു എന്ന് തോന്നിയാൽ നമുക്ക് റിട്ടിന് വേണ്ടി അല്ലെങ്കിൽ റിട്ടിന് വേണ്ടി അപ്ലിക്കേഷൻ അല്ലെങ്കിൽ റിട്ട് ഓർഡർ കൊടുക്കും നമ്മൾ, അല്ലെങ്കിൽ റിട്ടിന് വേണ്ടി നമ്മൾ കോർട്ടിനോട് എന്ത് ചെയ്യും, റിക്വസ്റ്റ് ചെയ്യും. അങ്ങനെ കോടതി ഓർഡർ ചെയ്യുന്ന അല്ലെങ്കിൽ കോടതി ഇഷ്യൂ ചെയ്യുന്ന ഓർഡർ ആണ് എന്ത്, റിട്ടുകൾ എന്ന് പറയുന്നത്. അതിന് ഇത്രയേ ഉള്ളൂ, ഫണ്ടമെന്റൽ റൈറ്റ്സ് സംരക്ഷിക്കുക, ദെൻ പബ്ലിക് അതോറിറ്റിയുടെ അക്കൗണ്ടബിലിറ്റി. ഇത് തോന്നുമ്പം അല്ലെങ്കിൽ എന്താ പറയാ ഈ ഇന്ത്യൻ പൗരന്മാർ അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് തോന്നുന്നതിനൊക്കെ കേസെടുക്കുക. ഇങ്ങനത്തെ പരിപാടികളൊന്നും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നടക്കില്ല എന്നുള്ളതാണ് ആക്ച്വലി. ബിക്കോസ് റിട്ട് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തിരിച്ചു ചോദ്യം ചെയ്യാനുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. നോക്കാം, അങ്ങനെയുള്ള കുറച്ച് റിട്ടുകളാണ് നമ്മൾ ഓപ്ഷനിൽ കണ്ടത്. ഇതിൽ മാൻഡമസിൽ എന്തായാലും തുടങ്ങാം. അതായിരുന്നല്ലോ ചോദ്യം. വി കമാൻഡ് എന്നർത്ഥം വരുന്ന മാൻഡമസ്. ഓക്കെ, ഇറ്റ് ഈസ് എ ജുഡീഷ്യൽ റെമഡി ഇൻ ദ ഫോം ഓഫ് എൻ ഓർഡർ ഫ്രം എ സുപ്പീരിയർ കോർട്ട് ടു എനി ഗവൺമെന്റ്, സബോർഡിനേറ്റ് കോർട്ട്, corporation or public authority to do some specific act which that body is legally bound to do and which is in the nature of public duty. അതായത് ഈ മാൻഡമസ് എന്ന് പറയുന്ന റിട്ട് അല്ലെങ്കിൽ വി കമാൻഡ് എന്നർത്ഥം വരുന്ന മാൻഡമസ് എന്ന് പറയുന്ന റിട്ട് ശരിക്കും കോടതികളാണ്, സുപ്പീരിയർ കോർട്ടുകൾ അല്ലെങ്കിൽ സുപ്രീം കോർട്ടുകൾ പോലെയുള്ള ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന കോർട്ടുകൾ അതിന് താഴെയുള്ള കീഴ്ക്കോടതികൾക്കോ ഗവൺമെന്റുകൾക്കോ കോർപ്പറേഷനുകൾക്കോ അല്ലെങ്കിൽ മറ്റ് പബ്ലിക് അതോറിറ്റികൾക്കോ ഇഷ്യൂ ചെയ്യുന്നതാണ് എന്ത്, മാൻഡമസ് റിട്ടുകൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അതായത് ആർക്കാണോ ഓർഡർ, ഇപ്പൊ സുപ്രീം കോടതി ഒരു കീഴ്ക്കോടതിക്കോ ഗവൺമെന്റിനോ കോർപ്പറേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പബ്ലിക് അതോറിറ്റിക്കോ ഒരു റിട്ട് അല്ലെങ്കിൽ മാൻഡമസ് ഇഷ്യൂ ചെയ്തു എന്ന് വിചാരിക്കുക. അവർക്ക് ഇഷ്യൂ ചെയ്യപ്പെടാനുള്ള ഒരു കാരണം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ട പബ്ലിക് ഡ്യൂട്ടി അവർ വയലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആ ഗവൺമെന്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സബോർഡിനേറ്റ് കോർട്ട് കീഴ്ക്കോടതികൾ അവർ ചെയ്യേണ്ട ഡ്യൂട്ടിയിൽ നിന്നും അവരെപ്പോഴെങ്കിലും വ്യതിചലിക്കുകയോ അതിന് എന്താ പറയാ അതിനെന്തെങ്കിലും ആക്ഷൻ എടുക്കുന്ന തരത്തിലുള്ള വയലേഷൻ അവരുടെ ഭാഗത്തുനിന്നോ വന്നു കഴിഞ്ഞപ്പോ കീഴ്ക്കോടതികളുടെ ഭാഗത്തുനിന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള വയലേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ നിയമം ലംഘിച്ചുകൊണ്ട് എന്തെങ്കിലും സാധനങ്ങളോ ഒന്ന് ചോദിക്കാൻ ആള് വേണ്ടേ? കാരണം സാധാരണ ജനങ്ങൾക്ക് കോടതിയോട് നേരിട്ട് ചോദിക്കുക എന്നുള്ളൊരു സാധനത്തിന് അപ്പോഴും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം അങ്ങനത്തെ കേസുകളിൽ സുപ്രീം കോടതിയിലേക്ക് ആരെങ്കിലും ലിറ്റിഗേഷൻ ഫയൽ ചെയ്യുകയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ അല്ലെങ്കിൽ കീഴ്ക്കോടതികൾക്ക് മേലെയുള്ള സുപ്പീരിയർ കോർട്ടുകളുടെ ശ്രദ്ധയിൽ അത് പെട്ടാലോ തിരിച്ചെന്ത് ചെയ്യും, മാൻഡമസ് റിട്ടുകൾ ഫയൽ ചെയ്യും. ഓക്കെ, മാൻഡമസ് റിട്ടുകൾ ഇഷ്യൂ ചെയ്യും. അങ്ങനെ ഇഷ്യൂ ചെയ്തു കഴിഞ്ഞാൽ അവർ തിരിച്ചെന്ത് ചെയ്യേണ്ടി വരും, അതിന് മറുപടി കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അതിനാണ് മാൻഡമസ് വി കമാൻഡ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് നിങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നതിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്, വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്ന് അവരുടെ കമാൻഡ് ആൻഡ് ആസ് സൂൺ ആസ് പോസിബിൾ അത് റെക്ടിഫൈ ചെയ്യണം എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് വരുന്ന സാധനമാണ് എന്ത്, മാൻഡമസ് റിട്ടുകൾ. ഇനി ബാക്കി ഓപ്ഷനിലുള്ള വി പ്രോഹിബിറ്റ് എന്നുള്ളത് ശരിക്ക് പ്രോഹിബിഷൻ റിട്ടുകളാണ്. റിട്ട് ഓഫ് പ്രോഹിബിഷൻ എന്ന് നമ്മൾ വിളിക്കും. അതിനെയാണ് വി പ്രോഹിബിറ്റ് എന്നുള്ള അർത്ഥം. സെയിം ടേമുകളൊക്കെ സെയിം ആണ്. റിട്ട് ഓഫ് പ്രോഹിബിഷൻ ഈസ് ഇഷ്യൂഡ് ബൈ എ ഹയർ കോർട്ട്. എപ്പോഴും മേൽക്കോടതികൾ തന്നെയാണ് ഈ റിട്ട് പ്രോഹിബിഷൻസ് എപ്പോഴും കൊടുക്കുക. ടു എ ലോവർ കോർട്ട് ഓർ ട്രിബ്യൂണൽ പ്രിവെന്റിംഗ് ഇറ്റ് ഫ്രം പ്രൊസീഡിംഗ് വിത്ത് എ കേസ് ദാറ്റ് ഇസ് ബിയോണ്ട് ഇറ്റ്സ് ജുറിസ്ഡിക്ഷൻ ഓർ ഇസ് ആക്ടിംഗ് കോൺട്രറി ടു ദ റൂൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. അതായത് ഓരോ കോടതികൾക്കും അതിൻ്റെതായിട്ടുള്ള നിയമപരിധി ഉണ്ടാവും. ഓക്കെ, ഓരോ കോടതികൾക്കും അതിൻ്റെതായിട്ടുള്ള നിയമപരിധി ഉണ്ടാവും. അതിപ്പം നിങ്ങൾ ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മയിൽ വന്നപ്പോ പറയാണ് കേട്ടോ, DC ബുക്സ് ഈ അടുത്ത് അവരുടെ എന്താ പറയാ വിഷുക്കൈനീട്ടമായിട്ട് ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്കുള്ള ബുക്ക്. അപ്പൊ അതിന്റെ കൂടെ ഇവര് ഒരു കൂപ്പൺ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ഒരു ഓഫർ കൂപ്പൺ. അതായത് ഒരു ബുക്ക് മേടിച്ചാൽ 50% ഓഫർ ഉള്ള ഒരു രണ്ടാമത്തെ ബുക്കിന് 50% പൈസ കൊടുത്താൽ മതി എന്നുള്ളത്. അപ്പൊ അതിന്റെ പിന്നിലുള്ള എന്താ പറയാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കിയ സമയത്ത് അതിന്റെ ഏറ്റവും അവസാനത്തെ പോയിന്റിനകത്തുണ്ട് ഇതിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നാൽ ഇത് കോട്ടയം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് കീഴിലാണ് തീർപ്പ് കൽപ്പിക്കാൻ ഒരു ഓപ്ഷൻ അതിനകത്തുണ്ട്. അപ്പം അതേപോലെ
എല്ലാ കോടതികൾക്കും അതിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ സാധനങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള നിയമപരിധി ഉണ്ടാവും. നമ്മൾ ഏത് പഞ്ചായത്തുമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ കേസ് കൊടുത്ത് വട്ടവർ ഇറ്റ് ഈസ്, ആ കോടതിക്കൊരു പരിധി ഉണ്ടാവും. ഇപ്പൊ കോഴിക്കോട് മുനിസിപ്പൽ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ കീഴിലുള്ള കേസുകൾ എന്ന് പറയുന്നത് ഈ ലൊക്കാലിറ്റിയിലുള്ള സാധനങ്ങളായിരിക്കും. അപ്പൊ എപ്പോഴെങ്കിലും ആ പരിധി വിട്ട് പ്രൊസീഡിങ്സ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയാ അവര് ചെയ്യേണ്ട കുറെ നീതിയുക്തമായ കുറെ സാധനങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ ലീഗൽ സിസ്റ്റത്തിനകത്ത് അവർ ചെയ്യേണ്ട കുറെ സാധനങ്ങളുണ്ട്, അതിന് കോൺട്രറി ആയിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കീഴ്ക്കോടതിയുടെ ഭാഗത്തു നിന്നോ ട്രിബ്യൂണലുകളിൽ നിന്നോ വന്നാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ശ്രദ്ധയിൽപ്പെട്ടാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം വന്നു എന്ന് പറഞ്ഞ് ആരെങ്കിലും ലിറ്റിഗേഷൻ ഫയൽ ചെയ്താൽ തിരിച്ച് മേൽക്കോടതികൾ ഈ ലോവർ കോർട്ടുകൾക്കോ ട്രിബ്യൂണലുകൾക്കോ ഇഷ്യൂ ചെയ്യുന്ന സാധനമാണ് റിട്ട് ഓഫ് പ്രോഹിബിഷൻ. അതായത് ഇവർ ഇഷ്യൂ ചെയ്ത ഓർഡറിനെ പ്രോഹിബിറ്റ് ചെയ്തുകൊണ്ട്, ആ പ്രൊസീഡിങ്സിനെ പ്രോഹിബിറ്റ് ചെയ്തുകൊണ്ട് ഒരു ഓർഡർ അങ്ങോട്ട് ഇടും. അതായത് ഇത് ഈ കോടതിയുടെ പരിധിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞൊരു സാധനം. ഓക്കെ, ഇതിനാണ് റിട്ട് ഓഫ് പ്രോഹിബിഷൻ എന്ന് പറയുന്നത്. അടുത്താണ് വി പ്രൊട്ടസ്റ്റ്. വി പ്രൊട്ടസ്റ്റിനകത്താണ് നിങ്ങൾ നേരത്തെ ഓപ്ഷനിൽ ഇട്ട ഹേബിയസ് കോർപ്പസും മാൻഡമസും ഈ പറഞ്ഞ വി പ്രൊട്ടസ്റ്റിനകത്താണ് വരിക. ഓക്കെ, അപ്പം ഹേബിയസ് കോർപ്പസ് പറയാം, മാൻഡമസ് പറയാം, നേരത്തെ പറഞ്ഞ പ്രോഹിബിഷനെ നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാം. അതേപോലെ കെർട്ടിയോററി പറയാം, കോവാറണ്ടോ പറയാം, ഇതൊക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവരാം. എന്താന്നുള്ളത് നോക്കാം കേട്ടോ. ദിസ് ഇസ് നോട്ട് എ ഡയറക്റ്റ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ ഓഫ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് റിട്ട്. അതായത് ഏതെങ്കിലും ഒരു റിട്ടിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ടേം ഒന്നല്ല വി പ്രൊട്ടസ്റ്റ്. ഇതിനകത്ത് വേറെ കുറെ സാധനങ്ങൾ വരും. ഈ പറഞ്ഞ ഹേബിയസ് കോർപ്പസും മാൻഡമസും പ്രോഹിബിഷനും സെർട്ടിയോറയും കോവാറണ്ടോ ഒക്കെ ഇതിനകത്തേക്ക് വരുന്ന സാധനമാണ് എന്ത്, ഒരു അംബ്രല്ല ടേമാണ് വി പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന സാധനം. Okay, while individuals might protest a court's decision, there is not a formal root with this exact Latin meaning in the context of the fundamental writs under the Indian Constitution. അതായത് കോടതികൾക്ക് തെറ്റുപറ്റാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, കോടതികളുടെ തീരുമാനങ്ങൾ ചിലപ്പോൾ നമുക്ക് ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരുന്ന ചില കേസുകൾ ഉണ്ടാവും. അത്തരം കേസുകളിൽ ഒരു പേഴ്സൺ എന്നുള്ള നിലയിൽ, ഒരു സിറ്റിസൺ എന്നുള്ള നിലയിൽ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുന്ന ചില റിട്ടുകളുണ്ട്. കോടതി തീരുമാനങ്ങൾ മാറ്റി പരിഗണിക്കണം എന്നുള്ള ആസ്പെക്റ്റിലൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരം റിട്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി. കോടതിയുടെ ഡിസിഷനെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ആ തീരുമാനത്തിൽ എന്തില്ല, ഞങ്ങൾക്ക് ആ തീരുമാനത്തിൽ ഒരു സാറ്റിസ്ഫാക്ടറി എലമെന്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അതിൽ തെറ്റുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടോ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് പൗരന്മാർക്ക് തിരിച്ച് കോടതിക്ക് റിട്ട് ഫയൽ ചെയ്യാനുള്ള ഓപ്ഷനുകൾ നിലനിൽക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള റിട്ടുകൾ എന്ന് വിളിക്കാറുള്ളത്. അതൊരു അംബ്രല്ല ടേം ആണ്. അതിനകത്ത് കുറെ റിട്ടുകൾ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ നിങ്ങൾ ഓപ്ഷനിൽ പറഞ്ഞ കോവാറണ്ടോ റിട്ട്, അതിനെയാണ് വി ക്വസ്റ്റ്യൻ എന്നുള്ളൊരു സാധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് മീനിങ് ഈസ് ക്ലോസസ് ടു ദ റിട്ട് ഓഫ് കോവാറണ്ടോ literally means by what authority this writ is issued to inquire into the legality of a person's claim. It is issued to inquire into the legality of a person's claim to public office. അതായത് ഞാൻ ഇന്ന ഓഫീസിലുള്ള ആളാണെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇന്ന അധികാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആളുകൾ വരില്ല. അതായത് എന്താ പറയാ, ആളുകൾ വേഷം മാറി വരാ, പറ്റിക്കാന്നുള്ള ആസ്പെക്റ്റിലേക്കല്ല. അതായത് അവർക്കുള്ള അധികാരത്തെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് ചില മനുഷ്യന്മാർ വരും. അല്ലെങ്കിൽ അവർക്കുള്ള അധികാരത്തിനും അപ്പുറത്തേക്ക് അധികാരം പ്രയോഗിച്ചുകൊണ്ടൊക്കെ ആളുകൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ കയറിയിരിക്കുകയോ അല്ലെങ്കിൽ ഒരു പൊസിഷൻ അവൈൽ ചെയ്യുകയോ എന്നിട്ട് അതിന്റെ സാലറി പറ്റുകയോ അല്ലെങ്കിൽ അതിന്റെ അധികാരം അതിലപ്പുറത്തുള്ള അധികാരം വേറെ ആളോട് കാണിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു സാധനം ഇപ്പം നമുക്ക് ബോധ്യപ്പെട്ടു, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് ഇത്ര അധികാരമില്ല എന്ന് നമുക്കോ കോടതിക്കോ ആർക്കോ ഹൂഎവർ ഇറ്റ് ഈസ് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ കോടതി മുമ്പാകെ ഇന്ന ആള് ചെയ്യുന്നത് അയാളുടെ അധികാര പരിധിക്കും പുറത്തുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റിട്ട് ഫയൽ ചെയ്യാം. കംപ്ലൈന്റ് അല്ല, റിട്ട് ഫയൽ ചെയ്യാം നേരിട്ട് കോടതിയിലേക്ക്. ഇതിനെയാണ് കോ വാറന്റോ എന്ന് പറയുന്ന സാധനം. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാണ്, ബൈ വാട്ട് അതോറിറ്റി, എന്ത് അധികാരത്തിലാണ് നിങ്ങൾ ഇത് ചെയ്യണമെന്ന് ചോദിക്കാണ് ആ മനുഷ്യനോട്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു റിട്ട് ഫയൽ ചെയ്തിട്ട് ആ റിട്ട് ശരിയാണ്, അല്ലെങ്കിൽ അവർ അന്വേഷണം നടത്തിയിട്ട് കോടതിക്ക് അത് ശരിയാണെന്ന്, അന്വേഷണം നടത്തില്ല വാദം നടക്കും കോടതിയിൽ, അത് ശരിയാണെന്ന് കോടതിക്ക് തോന്നിക്കഴിഞ്ഞാൽ കോടതി എന്ത് ചെയ്യും എന്നറിയോ, ആ ആളെ ആ പൊസിഷനിൽ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ഓക്കെ, അയാൾ അവിടുന്ന് തിരിച്ചിറങ്ങേണ്ടി വരും. ആ പൊസിഷനിൽ പിന്നെ അയാൾ ഇരിക്കാൻ പറ്റൂല. ഓക്കെ, അങ്ങനെ ഒരു കേസൊക്കെ റിട്ട് ഫയൽ ചെയ്ത് തെളിയിക്കപ്പെട്ടാൽ, റിട്ട് ഫയൽ ചെയ്തിട്ട് ഇതിൽ ഏത് റിട്ടും ഫയൽ ചെയ്തിട്ട് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും ആരാണോ ആ കുറ്റം ചെയ്തത് അയാൾ എന്ത് ചെയ്യും, അയാൾ അതിനനുസരിച്ച് ലീഗൽ ആക്ഷൻ എടുക്കും, അയാൾക്കെതിരെ ലീഗൽ ആക്ഷൻ എടുക്കും. നേരെ മറിച്ച് തെറ്റാണെങ്കിൽ റിട്ട് തള്ളി പോവുകയും ചെയ്യുന്നുള്ളൊരു സാധനമാണ്. അതിൽ വി ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ
കോ വാറണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ വാട്ട് അതോറിറ്റി, എന്ത് അധികാരത്തിൽ നിങ്ങൾ ഞങ്ങളെ ഭരിക്കുന്നു എന്നൊരാളോട് നമുക്ക് ചോദിക്കേണ്ടി വരുന്ന ഒരു കേസ്. അങ്ങനെ ചോദിക്കേണ്ടി വരുന്ന കേസിൽ നമുക്ക് കംപ്ലൈന്റ് ഫയൽ ചെയ്യാനല്ല, കോടതി മുമ്പാകെ റിട്ട് ഫയൽ ചെയ്യാനുള്ള അധികാരം തന്നെയുണ്ട്. ഓക്കെ, അത് പൊതുവെ പബ്ലിക് അതോറിറ്റിയിൽ ഇരിക്കുന്ന ആളുകളോടായിരിക്കും നമുക്ക് പൊതുവെ റിട്ട് ഫയൽ ചെയ്യാൻ പറ്റുക, കോ വാറണ്ടോ റിട്ട് ഫയൽ ചെയ്യാൻ പറ്റുക. ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും ഇരിക്കുന്ന ആളുകളോട് പറ്റില്ല. ഒരു പബ്ലിക് പൊസിഷനിൽ ഇരിക്കുന്ന, പബ്ലിക് സർവീസ് കമ്മീഷന്റെ അല്ലെങ്കിൽ ഗവൺമെന്റൽ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളോട് മാത്രമേ നമുക്ക് അങ്ങനെ കോ വാറണ്ടോ പുറപ്പെടുവിപ്പിക്കാൻ പറ്റുള്ളൂ. ക്വാളിഫൈഡ് അല്ലാത്ത ഒരാൾ ഒരു ജോലി ചെയ്തത് ഇതിൽ പെടുമ്പോൾ, ക്വാളിഫൈഡ് ആയ ആളുകളാണ് PSC കയറുക. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളൊക്കെ PSC കിട്ടുള്ളൂ. പക്ഷെ കയറി കഴിഞ്ഞതിന് ശേഷം അയാളുടെ അധികാര പരിധിക്കും അപ്പുറത്തുള്ള കാര്യങ്ങൾ അയാൾ ചെയ്തു, അതിലപ്പുറമുള്ള അധികാരം അയാൾ കാണിക്കുന്നു, അല്ലെങ്കിൽ അയാൾ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ ഹയർ പൊസിഷനിലേക്ക് തെറ്റായ രീതിയിൽ കയറി പറ്റുന്നു എന്നൊക്കെ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് ഗവൺമെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിനകത്തിരിക്കുന്ന ഒരാൾക്ക് അതായത് ഒരു തെളിവില്ലാതെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു അതിനൊരു ബേസിലോ നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റില്ല. ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇരിക്കുന്ന മേധാവിക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുന്ന പോലെ ഒരു പബ്ലിക് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് തള്ളിപ്പോകുന്ന ഒരു സാധനമായിരിക്കും, അതിനൊരു വ്യക്തമായിട്ട് എവിഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, കോടതിയിൽ ഹർജി കൊടുത്താൽ കോടതി എന്ത് ചെയ്യും, അയാൾക്കെതിരെ റിട്ട് ഇഷ്യൂ ചെയ്യും. റിട്ട് ഇഷ്യൂ ചെയ്ത് അയാൾ അത് തെളിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ തള്ളിപ്പോവും, തെളിയാണെങ്കിൽ അയാൾ സ്വാഭാവികമായും ആ പൊസിഷനിൽ ഇറങ്ങേണ്ടി വരും, ലീഗൽ ആക്ഷൻ അയാൾക്കെതിരെ വരും. യെസ്, അഗൈൻ ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. വി പ്രൊട്ടസ്റ്റ് ഒന്നുകൂടെ പറയാലോ. വി പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ഒരു അധികാരമാണ്. എന്ന് പറഞ്ഞാൽ കോടതിയുടെ ഡിസിഷൻ തെറ്റാവാനുള്ള സാധ്യതകളുണ്ട്. ഇത് കോടതി ചില സമയത്ത് പുറപ്പെടുവിപ്പിക്കുന്ന കോടതി എന്താണോ വാദം കേൾക്കുന്നത് അതിനനുസരിച്ചാണ് കോടതിയിൽ നിന്ന് എന്ത് കിട്ടുക, കോടതിയിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫൈനൽ വിധി വരിക. ആ വിധി ചിലപ്പം തെറ്റാണെന്ന് ആസ് ആൻ ഇൻഡിവിജ്വൽ നമുക്ക് തോന്നുകയാണ് വിചാരിക്കുക, നമുക്ക് തോന്നുകയാണ് കോടതിയുടെ ഈ വിധി തെറ്റാണെന്ന് തോന്നുകയാണ്. അങ്ങനെ തോന്നുന്ന സമയത്ത് നമുക്ക് കോടതിയെ ചോദ്യം ചെയ്യാൻ, അതായത് എണീറ്റുന്ന ചോദ്യം ചെയ്യാനുള്ള പരിപാടി അവിടെ ഇല്ല, കോടതി ഇല്ല. എന്ത് ചെയ്യാം, നമുക്ക് ഹർജി കൊടുക്കാം. ഓക്കെ, ഹർജി കൊടുക്കാം. അതായത് എനിക്ക് ഈ വിധിയിൽ എന്താ പറയാ തെറ്റുണ്ടെന്ന് തോന്നുന്നുണ്ട്, അതിന്റെ ലീഗൽ വഴികളൊക്കെ ഉണ്ട് കേട്ടോ. ഹർജി വക്കീൽ മുഖാന്തരമൊക്കെയാണ് കൊടുക്കുക, അവർക്ക് അതിന്റെ ലാംഗ്വേജ് ഒക്കെ ഉണ്ട്. ഹർജി കൊടുക്കും. ഹർജി കൊടുക്കുമ്പം അത് ജെനുവിൻ ആണെന്ന് കോടതിക്ക് തോന്നിക്കഴിഞ്ഞാൽ കോടതി എന്ത് ചെയ്യും, റിട്ടായിട്ട് ഫയൽ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആണ് ഈ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന സാധനം. അപ്പം ഹേബിയസ് കോർപ്പസ് ശരിക്കും എന്തിനാണ്, നമ്മൾ ദൃശ്യ സിനിമ കണ്ടവർക്ക് ഹേബിയസ് കോർപ്പസ് കൃത്യമായിട്ട് അറിയാം. അതായത് പ്രത്യേകിച്ച് ഒരു കാരണം ഇല്ലാതെ ഒരുത്തനെ തടവിലാക്കുകയാണ് വിചാരിക്കുക, പ്രത്യേകിച്ച് ഒരു കാരണം ഇല്ലാതെ ഒരാളെ ജയിലിൽ അടയ്ക്കുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് വാറണ്ട് ഇഷ്യൂ ചെയ്യാതെ, നമ്മൾ ഒരാളെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യണമെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ട് വാറന്റുമായിട്ട് വരണം. ഓക്കെ, അയാൾ വീട്ടിൽ കയറി ഒരുത്തനെ അറസ്റ്റ് ചെയ്യുമ്പം വാറന്റുമായിട്ടാ പോലീസ് ഉണ്ട്, നിങ്ങൾക്കെതിരെ കോടതി വാറന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾക്കത് കാണിച്ചു കൊടുത്ത് അയാൾക്കത് ബോധ്യപ്പെടണം, എന്നിട്ട് മാത്രമേ അയാൾ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നതിന് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇനി അങ്ങനെ അറസ്റ്റ് ചെയ്താൽ പോലും അയാൾക്ക് വക്കീലിനെ കാണാനും വക്കീലിന്റെ സേവനം ലഭ്യമാകാനും ഉള്ളൊക്കെ അവകാശം അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന മനുഷ്യനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാറന്റ് ഇഷ്യൂ ചെയ്യാതെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വക്കീലിന്റെ സേവനം ലഭ്യമാക്കാൻ അനുവദിക്കാതെയോ ഒരാളെ അറസ്റ്റ് ചെയ്താൽ തടവിലാക്കപ്പെട്ട ആ മനുഷ്യനുണ്ടല്ലോ, അറസ്റ്റ് ചെയ്യപ്പെട്ട ആ മനുഷ്യന് ഹർജി കൊടുക്കാം കോടതിയിൽ. എന്നെ അറസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ്, എനിക്ക് മനസ്സിലായിട്ടില്ല, എന്നെ എന്തിനാ അറസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഒരുത്തൻ ഹർജി കൊടുത്ത ഹേബിയസ് കോർപ്പസ് തിരിച്ചു വിടും കോടതി. ഓക്കെ, ആ ഹേബിയസ് കോർപ്പസിനകത്ത് പറയുന്ന കാര്യം അല്ലെങ്കിൽ അതിന് മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യം ഈ പറഞ്ഞ ആളെ അന്യായമായാണ് തടവിൽ വെച്ചത് എന്നുള്ള ഒരു ആസ്പെക്ട് ആണ്. അപ്പം ഓൾറെഡി ചിലപ്പം അയാളെ എന്താ പറയാ തടവിലാക്കാൻ അല്ലെങ്കിൽ അറസ്റ്റിലാക്കാൻ ചിലപ്പോൾ കോടതി തന്നെയായിരിക്കും ഉത്തരവിട്ടുണ്ടാവും. പക്ഷെ ആ മനുഷ്യന് ബോധ്യമാവണം, അതായത് അയാൾക്ക് വാറന്റ് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അയാൾക്ക് വക്കീലിനെ കാണാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ടാവണം, സമയം കൊടുത്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അയാൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടാവണം. ആ സ്വാതന്ത്ര്യം ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ കോടതിന്റെ ഡിസിഷനെ നമുക്ക് ഹേബിയസ് കോർപ്പസ് വഴി എന്ത് ചെയ്യാം, പ്രൊട്ടസ്റ്റ് ചെയ്യാം. എനിക്ക് വാറന്റ് കാണിച്ചു തന്നിട്ടില്ല, അല്ലെങ്കിൽ എന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു റിട്ടേൺ ഡോക്യുമെന്റ് കാണിച്ചു തന്നിട്ടില്ല, എനിക്ക് എന്റെ വക്കീലിനെ കാണാൻ സമ്മതിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ കോടതി ഹർജി കൊടുത്ത റിട്ടായിട്ട് പരിഗണിക്കല്ലാതെ വേറെ വഴിയൊന്നും കോടതിക്ക് ഇല്ല എന്നുള്ളതാണ്. അതാണ് ശരിക്കും ദൃശ്യത്തിൽ നമ്മൾ കണ്ടത്. ആ മനുഷ്യനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത സമയത്ത് ഹേബിയസ് കോർപ്പസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതിനകത്ത്. നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യാണ്, കോടതിയുടെ ഒരു ഡിസിഷനെ വി പ്രൊട്ടസ്റ്റ്. നമുക്ക് സമരം ചെയ്യാനൊന്നും പറ്റില്ലല്ലോ, കോടതിയുടെ ഡിസിഷനോട് നമുക്ക് സമരം ചെയ്യാൻ പറ്റില്ല. അതിന് ഇങ്ങനത്തെ കുറെ സംവിധാനങ്ങളാണുള്ളത്.
ഇനി ഈ റിട്ടുകളുടെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിനും ഹൈക്കോടതിനും മാത്രമേ, അതായത് മേൽക്കോടതികൾക്ക് മാത്രമേ റിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, കീഴ്ക്കോടതികൾക്ക് പറ്റില്ല എന്നുള്ളതും കൂടി ഒന്ന് ഓർത്ത് വെക്കണം. ഇനി what significant change did the 86th Amendment Act bring about the Indian Constitution? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 86-ാം ഭേദഗതി നിയമത്തിൽ വന്ന മാറ്റം എന്താണ്? The right answer is option D. 86-ാം ഭേദഗതി നിയമത്തിൽ ആർട്ടിക്കിൾ 21A ആഡ് ചെയ്യാണ് ഉണ്ടായിട്ടില്ല. അപ്പൊ നോക്കാവേ നമുക്ക്. 86th Amendment Act significantly changed the Indian Constitution by Article 21A, which guarantees the right to free and compulsory education for children between the ages 6 to 14. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്വതന്ത്രവും അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ളതും കമ്പൽസറി ആയിട്ടുള്ള നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തിക്കൊണ്ട് ആർട്ടിക്കിൾ 21A എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു ആർട്ടിക്കിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. ഇതിനു മുമ്പ് അത് ഈ പറഞ്ഞ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനകത്ത് കിടന്ന ഒരു സാധനമായിരുന്നു. അതിനെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് പരിഗണിച്ചുകൊണ്ട് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്ന സാധനം ആഡ് ചെയ്യപ്പെടുന്നത് 86-ാം ഭേദഗതി നിയമത്തിലാണ്. ഇനി ബാക്കിയുള്ള ആർട്ടിക്കിൾ 24 പറയുന്നത് കുട്ടികളെ ഹസാർഡസ് ആയിട്ടുള്ള, അതായത് പെട്ടെന്ന് അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള ഇൻഡസ്ട്രികളിൽ കുട്ടികളെ എന്ത് ചെയ്യാൻ പാടില്ല, കുട്ടികളെ ജോലിക്ക് നിർത്താൻ പാടില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 24 പറയുന്നത്. അത് 86th അമെന്റ്മെന്റിലൊന്നും വന്ന സാധനം അല്ല, അതുകൊണ്ട് തന്നെ അതിന് ആൻസർ ആയിട്ട് വരുള്ളൂ. പക്ഷെ ആർട്ടിക്കിൾ 24 എന്താന്ന് പഠിക്കണം കേട്ടോ. ഹസാർഡസ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിൽ അല്ലെങ്കിൽ ജീവന ഭീഷണി ഉണ്ടാക്കുന്ന തരം ജോലികൾ ഉണ്ടാവില്ല, അത്തരം ജോലി സ്ഥലങ്ങളിൽ കുട്ടികളെ എന്ത് ചെയ്യാൻ പാടില്ല, കുട്ടികളെ ജോലിക്ക് നിർത്താൻ പാടില്ല. പിന്നെ ആർട്ടിക്കിൾ 23യുടെ ഡിലീഷൻ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. നോക്കാം. ആർട്ടിക്കിൾ 23 എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് ഇതിന്റെയൊക്കെ പേരിൽ എന്താ പറയുക ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നതിന്, ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതിനെ പ്രോഹിബിറ്റ് ചെയ്യുന്ന ഒരു മറ്റൊരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. അതിനെ ഡിലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. സോ അതും ഈ പറഞ്ഞ പോലെ ഓപ്ഷൻ ആയിട്ട് ആൻസർ ആയിട്ട് വരില്ല. പിന്നെ ആർട്ടിക്കിൾ 21A ആഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് ശരിയാണെന്നുള്ളതുകൊണ്ട് തന്നെ അതിന്റെ ഡിലീഷനും ആൻസർ ആയിട്ട് വരില്ല. എയും ബിയും സിയും എല്ലാം ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. മൂവിങ് ടു ദ നെക്സ്റ്റ്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രോഹിബിറ്റ് ട്രാഫിക് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഓൾ ഫോംസ് ഓഫ് ബാൻഡഡ് ലേബർ? ബാൻഡഡ് അല്ല, ബോണ്ടഡ് ആട്ടോ. ബോണ്ടഡ് ലേബർ, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്ത്, അതേപോലെ ബോണ്ടഡ് ലേബർ, അതായത് അയാളെ കൊണ്ട് എന്താ പറയാ നിർബന്ധിതമായിട്ട് തൊഴിലെടുപ്പിക്കുക, അയാൾ എന്തെങ്കിലുമൊക്കെ സാധനം ഇൻ റിട്ടേൺ ആയിട്ട് അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നോക്കാം. ആർട്ടിക്കിൾ 23 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പ്ലിസിറ്റ്ലി പ്രോഹിബിറ്റ് ട്രാഫിക്കിംഗ് ഇൻ ഹ്യൂമൻ ബീങ്സ്. മനുഷ്യക്കടത്ത് കള്ളക്കടത്ത് പോലൊരു സാധനമാണ് മനുഷ്യക്കടത്ത്. മനുഷ്യന്മാരെ കടത്തും. അത് ചിലപ്പം ഓർഗൻ വിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അതിന് പല കാരണങ്ങളുണ്ട് മനുഷ്യക്കടത്ത് ചെയ്യുന്നതിന്. ആൻഡ് അതേപോലെ ഫോഴ്സ്ഡ് ലേബർ, നിർബന്ധിച്ചൊരാളെ കൊണ്ട് പണിയെടുപ്പിക്കുക. ഈ കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ മനുഷ്യന്മാരെയൊക്കെ തട്ടിക്കൊണ്ടുപോയിട്ട് അവരെ കണ്ണൊക്കെ ചൂന്നെടുത്തിട്ട് അവരെ യാചകന്മാരാക്കിയിട്ട് അങ്ങനെ നടക്കുന്ന മാഫിയാസ് ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ ഇല്ലാണ്ടാക്കേണ്ട, ഇതിനൊക്കെ പ്രോഹിബിറ്റ് ചെയ്തുകൊണ്ടുള്ള ആർട്ടിക്കിളിന് ആർട്ടിക്കിൾ 23 എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്ന ഒരു സാധനമാണ്. ചോദിച്ച സാധനം എന്താ, ഹ്യൂമൻ ബീയിങ്സിന്റെ ട്രാഫിക്കിങ്ങും ബോണ്ടഡ് ലേബറും. ഓക്കെ, ബോണ്ടഡ് ലേബറും ഒക്കെ പ്രോഹിബിറ്റ് ചെയ്യുന്നത് ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 23 ആണ്. അപ്പൊ ആർട്ടിക്കിൾ 21 എന്താ, 22 എന്താ, 24 എന്താന്നും കൂടി നമ്മൾ പഠിക്കണം, എന്നാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. നോക്കാം നമുക്ക്. ഇതില് ആർട്ടിക്കിൾ 21 guarantees the right to protection of life and personal liberty. While this is a fundamental right, doesn't specifically address human trafficking or forced labor. അതായത് ആർട്ടിക്കിൾ 21 എന്താന്നുള്ളത് മാത്രം ഓർത്തു വെക്കുക. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ, നമ്മുടെ ജീവിതം, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള സാധനങ്ങൾ, നമ്മുടെ പ്രോപ്പർട്ടി, വോട്ടെവർ ഇറ്റ് ഈസ്, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു സമൂഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ ജീവൻ, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ കരിയർ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാണ് ഒരു സൊസൈറ്റിയിൽ, ഒരു സമൂഹത്തിൽ, ഒരു രാജ്യത്തിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട സാധനങ്ങളാണ്. ഒരു രാത്രി നമ്മൾ വീട് അടിച്ചു പൊളിക്കാനൊന്നും ആർക്കും സ്വാതന്ത്ര്യം ഇല്ല അവിടെ. ഓക്കെ, നമ്മുടെ വീട് ഇതൊക്കെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിൽ പെട്ടിട്ടുള്ള നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള സാധനമാണ്. ആ സേഫ്റ്റി, ആ പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് എന്ത്, ആർട്ടിക്കിൾ 21. ഇനി ആർട്ടിക്കിൾ 22ലേക്ക് വരുന്ന സമയത്ത് protects the right to freedom from arrest and detention in certain cases. It doesn't deal with exploitation of human trafficking. അതിനും ഹ്യൂമൻ ട്രാഫിക്കിങ്ങുമായിട്ട് ബന്ധമില്ല. അതായത് ചില സമയത്ത് നമ്മൾ അറസ്റ്റ് ചെയ്യും. അങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത്
അതേപോലെ ചില കേസുകളിൽ നിന്നും വിടുതൽ വാങ്ങുക, ജാമ്യം കിട്ടുക, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഫ്രീഡം ഫ്രം സെർട്ടൈൻ അറസ്റ്റുകൾ, ചില അറസ്റ്റുകൾ നമുക്ക് ജാമ്യം കിട്ടാനുള്ള വകുപ്പ് ഉണ്ടാവും. അല്ലെങ്കിൽ ചില കേസുകൾ നമുക്ക് പെട്ടെന്ന് ഊരിപ്പോരാ ഇൻ ദ സെൻസ് ഊരിപ്പോരാ എന്നുള്ള അർത്ഥത്തിലല്ല, ആ കേസുകളിൽ അല്ലെങ്കിൽ അറസ്റ്റിലോ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര സമയത്തേക്ക് നമ്മൾ അറസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ അറസ്റ്റ് ചെയ്യാൻ ലോക്കപ്പിൽ ഇടാൻ പാടില്ല, ജാമ്യ വ്യവസ്ഥകളൊക്കെ പാലിക്കണം എന്നുള്ള ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആർട്ടിക്കിൾ 22 പറയുന്നത്. റൈറ്റ് ടു ഫ്രീഡം ഫ്രം അറസ്റ്റ്, അതായത് അറസ്റ്റ് ചെയ്യപ്പെടുക, അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങൾക്കോ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലൊന്നും അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതില്ല. അഥവാ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ജാമ്യം അനുവദിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വക്കീലിന്റെ സേവനം ഉപയോഗപ്പെടുത്തുക പോലുള്ള സാധനങ്ങളൊക്കെ ആർട്ടിക്കിൾ 22 വരുന്നതാണ്. ആർട്ടിക്കിൾ 22 ഉള്ളത് കൊണ്ടാണ് തോന്നുമ്പോൾ ആരും നമ്മളെ ഒന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാത്തത് എന്നുള്ള സാധനങ്ങൾ ആലോചിക്കുക. ഇനി ആർട്ടിക്കിൾ 24 വരുന്ന സമയത്ത് ചൈൽഡ് ലേബർ ആണ് ശരിക്കത്. ഓക്കെ, എക്സ്പ്ലോയിറ്റേഷൻ, കുട്ടികളെ ചൂഷണം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 24. കുട്ടികളുടെ ലേബർ ആണ് പറയുന്നത്. ആർട്ടിക്കിൾ 23 പറയുന്നതാണ് എന്ത്, ഈ പറഞ്ഞ ഫോഴ്സ്ഡ് ലേബറും ഹ്യൂമൻ ട്രാഫിക്കിങ്ങും. അത് നിങ്ങളുടെ ആൻസർ കീ വന്നപ്പം ആൻസർ കീയിൽ ആർട്ടിക്കിൾ 24 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഏതോ ഒരു ക്വസ്റ്റനും കൂടി അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ഏതായിരുന്നു ഓർമ്മയില്ല. പക്ഷെ ഇതിന്റെ ആൻസർ കീയിൽ ആർട്ടിക്കിൾ 24 ആൻസർ ആയിട്ടുണ്ടായിരുന്നത് തെറ്റാണ്. ആൻസർ ആർട്ടിക്കിൾ 23 ആണ്. കാരണം ആർട്ടിക്കിൾ 24 കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. മൂവിങ് ടു ദ നെക്സ്റ്റ്. ഡ്യൂറിങ് വിച്ച് ഷോർട്ട് സ്പാൻ ഓഫ് ടൈം did 10 amendments to the Indian Constitution take place? താഴെ തന്നിരിക്കുന്ന ഏത് ടൈം ഗ്യാപ്പിലാണ് 10ഓളം ഭേദഗതികൾ, അതായത് കുറഞ്ഞ സമയം കൊണ്ട്, കുറഞ്ഞ വർഷങ്ങൾക്കിടയിൽ 10ഓളം അമെന്റ്മെന്റുകൾ വന്ന കാലയളവ് ഏതാണ്? 80, 82 ആണോ, 95, 97 കാലഘട്ടത്തിലാണോ, 2001, 2023 കാലഘട്ടമാണോ, 10, 12 ആണോ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. 2001 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിലാണ്, അതായത് കുറഞ്ഞ പീരീഡിനുള്ളിൽ ഏകദേശം 10ഓളം ഭേദഗതികൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്ന കാലഘട്ടമാണ് 2001, 2003 കാലഘട്ടം. അപ്പൊ നമ്മൾ പഠിക്കുന്ന എങ്ങനെ പഠിക്കും? 2001, 2003 ആ ഗ്യാപ്പിൽ വന്ന ഭേദഗതികൾ എന്തൊക്കെയാണെന്ന് പഠിക്കണം. പ്ലസ് ബാക്കിയുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, 1980, 82, 2001, 2003 ആണ്. ഓക്കെ, 1980, 82, 95, 97, 10, 12 കാലയളവിൽ വന്നിട്ടുള്ള ഭേദഗതികൾ എന്തൊക്കെയാണെന്നുള്ളതും കൂടി നമ്മൾ പഠിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ആവുള്ളൂ. നമുക്ക് ആദ്യം 2001 to 2003 വരെയുള്ള സമയത്തെ കുറിച്ച് പറയാം. ഓക്കെ, 2001, 2003 കാലയളവിൽ വന്നിട്ടുള്ള അമെന്റ്മെന്റുകൾ എന്ന് പറയുമ്പോൾ, ഒന്ന് 84 ഭേദഗതിയാണ്, രണ്ടാമത്തത് 85 ഭേദഗതിയാണ്, പിന്നെ 86 ഭേദഗതി, 87 ഭേദഗതി, 88 ഭേദഗതി, 89 ഭേദഗതി. ഇത്രയും സാധനങ്ങൾ വന്നിട്ടുള്ളത് എപ്പോഴാണെന്നറിയോ? 2001, 2003 കാലഘട്ടത്തിലാണ്. 86 മുതൽ 89 വരെയുള്ള ഭേദഗതികൾ വന്ന കാലയളവ് എന്ന് വേണമെങ്കിൽ നമുക്ക് 2001, 2000, ഞാൻ 2023 എന്നാണ് പറഞ്ഞത്. ഓക്കെ, 2001, 2003 കാലവർഷമാണ്, സോറി കേട്ടോ. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം. 84th അമെന്റ്മെന്റ് പ്രകാരം, ഓക്കെ, 84th അമെന്റ്മെന്റ് പ്രകാരം എക്സ്റ്റെൻഡഡ്, ഓരോ ഭേദഗതികളായിട്ട് നമുക്ക് പറയാം കേട്ടോ. ഇതിലുള്ള വരെയും കുത്തൊക്കെ വായിക്കണ്ടേ. Extended the freeze on Lok Sabha and Assembly seat numbers until after the 2026 census. അതായത് 2026, ഓക്കെ, 2026 സെൻസസ് നടന്നു കഴിയുന്നത് വരെയും, ഓക്കെ, എക്സ്റ്റെൻഡഡ് ദ ഫ്രീസ് ഓൺ ലോക്സഭ ആൻഡ് അസംബ്ലി സീറ്റ് നമ്പേഴ്സ്, അതായത് ലോക്സഭ, രാജ്യസഭ സീറ്റുകളുടെ എണ്ണം ഉണ്ടല്ലോ, ആ എണ്ണം ഭേദഗതി ചെയ്യും. എണ്ണത്തിൽ ഇങ്ങനെ മാറ്റം വരുത്തും. നമ്മുടെ പോപ്പുലേഷൻ അനുസരിച്ച് എണ്ണത്തിൽ മാറ്റം വരാറുണ്ട്. ചിലപ്പം നമ്മൾ മുമ്പ് ആംഗ്ലോ ഇന്ത്യൻസിനൊക്കെ ഇവിടെ സീറ്റ് ഉണ്ടായിരുന്നു, ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ. അവര് പിന്നീട് നടന്ന സെൻസസിനകത്ത് ആംഗ്ലോ ഇന്ത്യൻസ് ഇവിടെ എണ്ണത്തിൽ വളരെ കുറവാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ സീറ്റ് എടുത്തൊഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്തൊഴിവാക്കലും കൂട്ടിച്ചേർക്കലും ഒക്കെ ലോക്സഭ, രാജ്യസഭ സീറ്റുകൾ സംഭവിക്കാറുണ്ട്. അതൊക്കെ ഇന്ത്യയിലെ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ്. തോന്നുമ്പോൾ അങ്ങനെ വെറുതെ ആഡ് ചെയ്യുന്നതല്ല, പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ്. 2026 സെൻസസ് നടന്ന് അതിന്റെ റിസൾട്ട് വരുന്നത് വരെയും അങ്ങനെ ഒരു എന്താ പറയുക, ലോക്സഭ, രാജ്യസഭ സീറ്റുകളുടെ എണ്ണം മാറ്റുന്നത് ഫ്രീസ് ചെയ്യണം. 2026 വരെ ആ ഫ്രീസിങ് എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് പറയുന്നത് 84 ഭേദഗതിയിൽ 2001 പറയുന്നത്. പിന്നീട് 85 ഭേദഗതി നിയമം വരുന്നു 2002. അതിൽ എൻഷേർഡ് കോൺസിക്വൻഷ്യൽ സീനിയോറിറ്റി ഫോർ പ്രൊമോട്ടഡ് SC/ST കാൻഡിഡേറ്റ്സ്, അതായത് SC/ST കാൻഡിഡേറ്റ്സ് ഉണ്ടാവുമല്ലോ, അത് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് അത് തൊഴിലിടങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ അത്തരം
പ്രൊമോഷൻ അല്ലെങ്കിൽ സീനിയോറിറ്റി കൺസിഡർ ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിലായിക്കോട്ടെ SC/ST കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് സീനിയോറിറ്റി എൻഷുർ ചെയ്യണം എന്ന് പറയുന്നതാണ് 85-ാം ഭേദഗതി നിയമം. 86-ാം ഭേദഗതി നിയമത്തിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ 84-ലും 85-ലും ഓരോന്ന് വീതമാണ്. ഓക്കെ, ഓരോ ഭേദഗതി വീതമാണ് വന്നത്. പക്ഷെ 86-ലേക്ക് വരുന്ന സമയത്ത് ഏകദേശം 3ഓളം ഭേദഗതികൾ നമുക്ക് കാണാം. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ 21A ഉണ്ടല്ലോ, നേരത്തെ ക്വസ്റ്റ്യൻ വന്നു 86-ാം ആർട്ടിക്കിളിൽ അമെന്റ്മെന്റിൽ എന്താ സംഭവിച്ചെന്നുള്ളത്. ആർട്ടിക്കിൾ 21A 6 മുതൽ 14 വയസ്സ് വരെ നിർബന്ധിത വിദ്യാഭ്യാസമാക്കി മാറ്റി എന്ന് പറയുന്ന ഭേദഗതി 86-ാം ഭേദഗതിയിൽ വരുന്നതാണ്. അതേ ഭേദഗതിയിൽ തന്നെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ എന്ന് പറഞ്ഞൊരു സാധനം ആർട്ടിക്കിൾ 45 കൂടി ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗൻവാടിയിലൊക്കെ വിടുന്ന പ്രായം ഉണ്ടല്ലോ കുട്ടികളെ, ഈ അംഗൻവാടി പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അംഗൻവാടിയിൽ വിടണം എന്നുള്ള സാധനമാണ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ എന്ന് പറയും നമ്മൾ. അതായത് കുട്ടികൾ സ്കൂളിൽ ചേർക്കാനാവുന്നതിന് മുമ്പേയും അവർക്കൊരു ചൈൽഡ്ഹുഡ് കെയർ കിട്ടണം. അത് എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയാലും അതല്ല ബാക്കി വോട്ടെവർ ഇറ്റ് ഈസ്, ന്യൂട്രീഷൻ ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, സേഫ്റ്റി ആയിക്കോട്ടെ, അവർക്കൊരു ആ ഒരു ടൈം പീരീഡിൽ അവർക്ക് കിട്ടേണ്ട ഒരു കെയർ ഉണ്ട്, വിച്ച് ഇസ് നോൺ ആസ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ. അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 45 86-ാം ഭേദഗതി നിയമത്തിൽ ആഡ് ചെയ്യപ്പെടുന്നതാണ്. പിന്നീട് ആർട്ടിക്കിൾ 51A കൂടി എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, 86th അമെന്റ്മെന്റിൽ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇറ്റ് ഇസ് എ പാരന്റൽ ഡ്യൂട്ടി ടു എഡ്യൂക്കേറ്റ് ചിൽഡ്രൻ. അതായത് കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് രക്ഷിതാക്കളുടെ ഡ്യൂട്ടിയാണ്. കുട്ടിയെ സ്കൂളിൽ ചേർത്തിട്ടില്ലെങ്കിൽ ആര് തൂങ്ങും? പാരന്റ്സിന് ജയിലിൽ കൊണ്ടിടേണ്ടി വരും, അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് വരും എന്നുള്ളതാണ്. അപ്പൊ ഈ 3 ആർട്ടിക്കിളും 86-ാം ഭേദഗതിയിൽ ആഡ് ചെയ്യപ്പെടുന്ന സാധനമാണ്. 3ഉം റിലേറ്റഡ് ടു എങ്ങോട്ടാണ്? കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 2003 87-ാം ഭേദഗതി നിയമം വരുന്നു. ആൻഡ് അതെന്താണെന്ന് വെച്ചാൽ അതിൽ ഒറ്റ അമെന്റ്മെന്റേ വരുന്നുള്ളൂ. അലൗഡ് ഫോർ റീ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസി ബേസ്ഡ് ഓൺ ദ 2001 സെൻസസ് പോപ്പുലേഷൻ. 2001 നടന്ന പോപ്പുലേഷൻ അല്ലെങ്കിൽ സെൻസസ് പ്രകാരം, സെൻസസിൽ വന്ന പോപ്പുലേഷൻ റിസൾട്ട് പ്രകാരം ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസികളിൽ, നിയോജക മണ്ഡലങ്ങളിൽ റീ അഡ്ജസ്റ്റ്മെന്റ് വരുത്തണം എന്ന് പറഞ്ഞിട്ടാണ് 87-ാം അമെന്റ്മെന്റ് പറയുന്നത്. 88-ാം അമെന്റ്മെന്റ് വീണ്ടും 2003 3 അമെന്റ്മെന്റുകളാണ് വരുന്നത്. 87, 88, 89 3 അമെന്റ്മെന്റ് 2003 വന്നിട്ടുണ്ട്. 88-ാം അമെന്റ്മെന്റ് പ്രകാരം enabled the union to levy service tax to be shared with the states, ആർട്ടിക്കിൾ 268A. അതായത് ആർട്ടിക്കിൾ 268A എന്ന് പറയുന്ന ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അമെന്റ്മെന്റ് 88-ാം ഭേദഗതി നിയമത്തിൽ 2003 വരുന്നത്. അതായത് സർവീസ് ടാക്സ്, ഇതിന്ന് നമ്മൾ വിളിക്കുന്ന GST എന്ന് വിളിക്കുന്ന സാധനം. അന്ന് GST ഇല്ല, 2003 GST ഇല്ല, ഇപ്പോഴാണ് അതിന് GST എന്നായത്. അന്ന് അത് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഗുഡ്സിന് വേറെയും സർവീസ് സെപ്പറേറ്റ് വാറ്റ് എന്ന് പറയുന്ന വാല്യൂ ആഡഡ് ടാക്സ് പോലൊരു സാധനമായിരുന്നു. പിന്നെ സർവീസ് ടാക്സ് എന്ന് പറഞ്ഞ വേറൊരു കാറ്റഗറി ഉണ്ടായിരുന്നു. ഈ സർവീസ് ടാക്സ് ലെവി ചെയ്യണം എന്ന് പറയുന്ന സാധനം ലെവി ചെയ്യാന്നുള്ളതല്ല, ഓൾറെഡി ലെവി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ സ്റ്റേറ്റിന്റെ ഷെയർ, സെൻട്രലിന്റെ ഷെയർ എന്ന് പറഞ്ഞ് 2 ഷെയർ ആണ്. ഓക്കെ, സ്റ്റേറ്റ് ഒരു സെർട്ടൈൻ, ഇപ്പം GST ഒക്കെ ആണെങ്കിൽ ഇപ്പൊ 12% ടാക്സ് ഉള്ള ഒരു 12% ടാക്സ് അടയ്ക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അതിന് 6% സെൻട്രലിനും 6% സ്റ്റേറ്റിനും എന്നുള്ളതാണ് GSTന്റെ കേസിൽ വരുന്നത്. നേരെ മറിച്ച് ഇതിനു മുമ്പ് GSTക്ക് മുമ്പ് ഉണ്ടായിരുന്ന സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു ഈക്വാലിറ്റി ഉണ്ടായിരുന്നില്ല, അതിന് വേറെ തന്നെ ഒരു സിസ്റ്റം ആയിരുന്നു. അങ്ങനെ സ്റ്റേറ്റുമായിട്ട് ഷെയർ ചെയ്യേണ്ടതും ഷെയർ ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള സാധനങ്ങളുണ്ട്. ഷെയർ ചെയ്യേണ്ടതിന് സെർട്ടൻ പെർസെന്റേജുകൾ ഉണ്ട്. അങ്ങനെ സർവീസ് ടാക്സിന് ആ ഒരു ഷെയറിങ്ങും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അമെന്റ്മെന്റ് വന്നുകൊണ്ടാണ് 88th അമെന്റ്മെന്റ് വരുന്നത്. അത് റിലേറ്റഡ് ടു ടാക്സ് ആണ്. അതിന്റെ ആർട്ടിക്കിളും ഓർത്ത് വെക്കാം. പിന്നീട് 89-ാമത്തെ ആർട്ടിക്കിളിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും 3 ആർട്ടിക്കിളുകളാണ്. 89-ാം ഭേദഗതിയിൽ 2 ആർട്ടിക്കിളുകളാണ് ഇൻ അഡീഷൻ വരുന്നത്. ബൈഫിക്കേറ്റഡ് ദ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ 2 സെപ്പറേറ്റ് ബോഡി. ബൈഫിക്കേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്തു എന്നുള്ള അർത്ഥമാണ്. 87 ഒന്നുകൂടി പറയോ? 87 ഇത്രയേ ഉള്ളൂ. 2001 സെൻസസ് പ്രകാരം ഉണ്ടായ അല്ലെങ്കിൽ കണക്കെടുത്തപ്പം വന്ന പോപ്പുലേഷൻ എത്രയാണോ ആ പോപ്പുലേഷന്റെ എണ്ണത്തിനനുസരിച്ച് നമ്മുടെ ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസി, നിയോജക മണ്ഡലം എന്നുള്ളതാണ്. നിയോജക മണ്ഡലം ഇൻ ദ സെൻസ് നമ്മുടെ ബോർഡർ ഒക്കെ ഇൻക്ലൂഡഡ് ആവുന്ന ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് വിളിക്കും. അത്തരം ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസിൽ റീ അഡ്ജസ്റ്റ്മെന്റ് വരണം. റീ അഡ്ജസ്റ്റ്മെന്റ് ഇൻ ദ സെൻസ് സീറ്റുകളുടെ എണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. 89-ാം ഭേദഗതിയിൽ നാഷണൽ കമ്മീഷൻ, അതായത് SC/ST ഒന്നിച്ചായിരുന്നു പറയാറുണ്ടായിരുന്നത്, അതിനെ സെപ്പറേറ്റ് ചെയ്തു. ഷെഡ്യൂൾഡ് കാസ്റ്റിന് ഒരു നാഷണൽ കമ്മീഷൻ, ഷെഡ്യൂൾഡ് ട്രൈബ്സിന് വേറൊരു നാഷണൽ കമ്മീഷൻ, രണ്ടിനും ഒന്നിച്ചായിരുന്നു നാഷണൽ കമ്മീഷൻ ഉണ്ടായിരുന്നത്. അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് SC നാഷണൽ കമ്മീഷൻ ആർട്ടിക്കിൾ 338 പ്രകാരവും
ST നാഷണൽ കമ്മീഷൻ ആർട്ടിക്കിൾ 338A പ്രകാരം എന്ന് പറഞ്ഞ് 2 ബൈഫിക്കേഷൻ, 2 സെപ്പറേഷൻ ഉണ്ടായി. ആ സെപ്പറേഷൻ ശരിക്കും 89th ഭേദഗതി നിയമപ്രകാരമാണ് വരുന്നത്. അത് 2003 സംഭവിക്കുന്നത്. ഇത്രയധികം ഭേദഗതികൾ ഈ ചെറിയ ഷോർട്ട് ടേം ഓഫ് ടൈമിനുള്ളിൽ വന്നത് 2001, 2003 കാലഘട്ടത്തിലായിരുന്നു. അതല്ലാത്ത ബാക്കി ഓപ്ഷനുള്ള 80, 82, 95, 97, 10, 12 ഇത്രയൊന്നും അമെന്റ്മെന്റുകൾ വന്നിട്ടില്ല. ഏകദേശം 10ഓളം അമെന്റ്മെന്റുകളാണ് ഇവിടെ വന്നത്. ഇവിടെ ആലോചിച്ച് വെക്കാം, 1, 2, 3, 4, 5, 6, 7, 8, 9 ഓക്കെ, 9ഓളം ആർട്ടിക്കിളുകളിൽ മാറ്റം വന്നിട്ടുണ്ട് ഇവിടെ 2001, 2003. നേരെ മറിച്ച് നമ്മൾ 80, 82 വരുന്ന സമയത്ത് ഓരോന്നോ അല്ലെങ്കിൽ 2 ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളൂ. നോക്കാം നമുക്ക്. 80, 82 45th, അതായത് 45ാം ഭേദഗതിയാണ് 80, 82 സംഭവിക്കുന്നത്. ദിസ് അമെന്റ്മെന്റ് എക്സ്റ്റെൻഡഡ് ദ സ്പെഷ്യൽ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ ദ ലോക്സഭ ആൻഡ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഫോർ ഫർദർ പീരീഡ് ഓഫ് 10 years. അതായത് 45 ഭേദഗതി പ്രകാരം 80 വരുന്നത്. 80 വന്ന 82 പീരീഡിൽ വന്ന ഭേദഗതിയിൽ, ആ ഭേദഗതിയിൽ പറയുന്ന അടുത്ത 10 വർഷത്തേക്ക്, ഓക്കെ, അടുത്ത 10 വർഷത്തേക്ക് ലോക്സഭാ സീറ്റുകളിൽ, അതേപോലെ സ്റ്റേറ്റ് അസംബ്ലി, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടല്ലോ, സ്റ്റേറ്റ് പാർലമെന്റിലൊക്കെ എന്ത് ചെയ്യപ്പെടണം, SC ST കാൻഡിഡേറ്റ്സിന്, SC ST ട്രൈബൽ വിങ്ങിനൊക്കെ എന്തുണ്ടാണ്, റിസർവേഷൻ സീറ്റുകൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ അമെന്റ്മെന്റ് 80, 82 വരുന്നത്. ഓക്കെ, ഇനി 95, 97 വരുന്നത് ഏകദേശം 4ഓളം അമെന്റ്മെന്റുകളാണ്. 4 അല്ല, 5 വരുന്നുണ്ട്. 73, 74 അമെന്റ്മെന്റ്, 75 അമെന്റ്മെന്റ്, 76 അമെന്റ്മെന്റ്, 77 അമെന്റ്മെന്റ്, 73, 74th അമെന്റ്മെന്റ്. നേരത്തെ പറഞ്ഞ 92, 93 നമ്മൾ പറഞ്ഞു. 92, 93 ഉണ്ടായിരുന്ന, അതില് പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് ഭേദഗതികൾ, അല്ലെങ്കിൽ അന്ന് 92, 93 വന്നിട്ടുള്ള ഭേദഗതികൾ അന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അന്ന് നിലവിൽ നിയമമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിലാണ് 95, 97, 73, 74 ഭേദഗതികൾ വരുന്നത്. അത് ഇത്രയേ ഉള്ളൂ. പഞ്ചായത്തുകൾ ഉണ്ടല്ലോ, ലോക്കൽ ഗവൺമെന്റുകൾ എന്ന് പറയും നമ്മള്. ലോക്കൽ ഗവൺമെന്റുകൾ എന്ന് പറയും നമ്മൾ. കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ, പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റീസ്, ലോക്കൽ ബോഡീസ് എന്ന് പറയും. ഈ ലോക്കൽ ഗവൺമെന്റൽ ബോഡീസ് എന്ന് പറയും, LSGD എന്ന് ഇപ്പോൾ വിളിക്കുന്ന സാധനം, അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്ന, അതൊരു സ്ട്രോങ് ഡിവിഷൻ ആയിട്ട് വരുന്നത് 73, 74 ഭേദഗതിയുടെ സമയത്താണ്. 75ാം ഭേദഗതി 94 സംഭവിക്കുന്നത്. ഈ 73ാം ഭേദഗതി 92, 74, 93 ശരിക്കും വരുന്നത്. പക്ഷെ അതിന്റെ ഒരു എന്താ പറയുക, നിയമമായിട്ട് അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവുന്നത് 95, 97 ആണെന്നുള്ളതാണ്. 75ാം ഭേദഗതി നിയമപ്രകാരം 75ാം ഭേദഗതി 94 ശരിക്കും വരുന്നത്. പക്ഷെ അതിന്റെയൊക്കെ നിയമമായിട്ട് അത് വരുന്നത് 95, 97 ആ പീരീഡിലാണ് നിയമമായിട്ട് അത് എസ്റ്റാബ്ലിഷ്ഡ് ആവണം എന്നുള്ളതാണ് പ്രത്യേകത. പ്രൊട്ടക്റ്റഡ് സർട്ടൻ ലാൻഡ് റിഫോം ഇൻ ദ 9th ഷെഡ്യൂൾ, അതായത് ലാൻഡ് റിഫോം ആക്ടുകൾ കേരളത്തിൽ അടക്കം വന്നിട്ടുണ്ട്. ലാൻഡ് റിഫോം ആക്ടുകൾ, ഭൂമി ഭേദഗതി നിയമം എന്നൊക്കെ, ഭേദഗതി നിയമം അങ്ങനെ എന്തോ പറയും ഇവിടെയൊക്കെ. നമ്മളെ എന്താ പറയാ, KR ഗൗരിയമ്മൊക്കെ ഭരിച്ച സമയത്ത് അങ്ങനത്തെ റിഫോർമേഷൻ ഒക്കെ ഇവിടെ വന്നു. അതിനുശേഷം ലാൻഡ് റിഫോർമേഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അത്തരം ലാൻഡ് റിഫോർമേഷൻസ് ഒരു എക്സെപ്ഷണൽ കേസ് പോലെ ഇന്ത്യൻ ഭരണഘടനയുടെ 9th ഷെഡ്യൂളിൽ പറയുന്ന ചില ലാൻഡുകൾ ഉണ്ട്, അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ വരുന്ന ലാൻഡുകൾ ഉണ്ട്. ആ ലാൻഡുകളെ ലാൻഡ് റിഫോമുകളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു അമെന്റ്മെന്റ് ആയിരുന്നു 75th അമെന്റ്മെന്റ്. 76th അമെന്റ്മെന്റിലേക്ക് വരുന്ന സമയത്ത് ഇൻക്രീസ്ഡ് തമിഴ്നാടുസ് റിസർവേഷൻ ടു 69% ആൻഡ് പ്രൊട്ടക്റ്റഡ് ഇറ്റ് ഇൻ ദ 9th ഷെഡ്യൂൾ. അതിൽ തന്നെ 76ാം ഭേദഗതിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ലാൻഡ് റിഫോർമേഷൻ ആകത്തുണ്ടല്ലോ, 9th ഷെഡ്യൂളിൽ പറയുന്ന ലാൻഡ് റിഫോർമേഷൻ ഭൂപരിഷ്കരണ നിയമം. തമിഴ്നാടിന്റെ ഈ ഭൂപരിഷ്കരണ ഭേദഗതി നിയമത്തിന്റെ അകത്ത് ഏകദേശം 69% റിസർവേഷൻ തമിഴ്നാടിന് ഒരു എക്സെപ്ഷണൽ കേസ് കൊടുത്തുകൊണ്ടാണ് 76th അമെന്റ്മെന്റ് വരുന്നത്. 77th അമെന്റ്മെന്റിലേക്ക് വരുന്ന സമയത്ത് SC ST കാറ്റഗറീസിനെ, അല്ലെങ്കിൽ SC ST കാറ്റഗറിയിൽ വരുന്ന ടീമിനെ, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ആളുകളെ, സിറ്റിസൺസിന് റിസർവേഷൻ കൊടുത്തുകൊണ്ട് അവരെ പ്രൊമോട്ട് ചെയ്ത് സൊസൈറ്റിയുടെ ഫോർ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ഓൾറെഡി ഭരണഘടനയിൽ പറയുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടി എന്താ പറയാ, അമെന്റ്മെന്റുകൾ ആഡ് ചെയ്ത് അവർക്കുള്ള സ്കീമുകളൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് റിസർവേഷനൊക്കെ എനാബിൾ ചെയ്തുകൊണ്ട് 77ാം ഭേദഗതി നിയമം 95, 97 കാലഘട്ടത്തിൽ വരുന്നുണ്ട്. പിന്നെ വരുന്നത് 2010, 2012 കാലഘട്ടത്തിലാണ്. പക്ഷെ ഇതൊക്കെ ശരിക്കും ഇതിന്റെയൊക്കെ ഇവിടെ 2005 കാണാം, 2006 കാണാം, 2009 കാണാം, 2011 കാണാം, 2011 കാണാം. ഇതൊക്കെ ശരിക്ക്
ആ ഒരു വർഷം, അതായത് നിങ്ങൾ ബ്രാക്കറ്റിൽ കാണുന്ന ആ വർഷമാണ് ശരിക്കും അതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നത്. പക്ഷെ അതിന്റെ ഇമ്പാക്ട് നിയമമായിട്ട് എസ്റ്റാബ്ലിഷ് ആവുന്നത് ഈ പറഞ്ഞ 10-12 പീരീഡിലാണെന്ന് മാത്രം. ഓക്കെ, അതിൽ 93-ാം ഭേദഗതി നിയമപ്രകാരം allowed സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്. അഗെയിൻ SC/ST കുറിച്ചാണ്. അതായത് ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ SC/ST മാത്രമായിരിക്കില്ല, അതല്ലാത്ത ബാക്കി കാറ്റഗറീസ് ഒക്കെ ബാക്ക്വേർഡ് കാസ്റ്റിൽ പറയപ്പെടുന്ന ആളുകളൊക്കെ അതിൽ വരും. ബാക്ക്വേർഡ് കാസ്റ്റ് അല്ല, ബാക്ക്വേർഡ് ക്ലാസ് ആണ്. അതിൽ ചിലപ്പോൾ എക്കണോമിക് ബാക്ക്വേർഡ് ക്ലാസ് ഉണ്ടാവും, മൈനോറിറ്റി എന്ന് വിളിക്കപ്പെടുന്ന എല്ലാം അതിൽ പെടും. അവർക്ക് സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊടുത്തുകൊണ്ട് അവർക്ക് എഡ്യൂക്കേഷണൽ അഡ്മിഷൻസ് എൻഷുർ ചെയ്തുകൊണ്ട് അത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലും മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒക്കെ സീറ്റ് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് 93-ാം ഭേദഗതി നിയമം വരുന്നത്. 94-ാം ഭേദഗതി നിയമം ട്രൈബൽ വെൽഫെയർ മിനിസ്റ്റർ, അതായത് ചില സ്റ്റേറ്റുകളിൽ ട്രൈബൽ വെൽഫെയർ മിനിസ്റ്റേഴ്സ് ഇല്ല. ഓക്കെ, നമ്മൾ ഇവിടെ ട്രൈബൽ വെൽഫെയർ മിനിസ്റ്റേഴ്സ് ഉണ്ട്, പക്ഷെ ചില സ്റ്റേറ്റുകളിൽ ട്രൈബൽ വെൽഫെയർ മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ട്രൈബൽ വെൽഫെയർ മിനിസ്റ്റേഴ്സിനെ ആ ഒരു പോസ്റ്റ്, അങ്ങനെ ഒരു മിനിസ്റ്റർ പോസ്റ്റ് വേണം എന്ന് പറഞ്ഞ് അത് മാൻഡേറ്ററി ആക്കിക്കൊണ്ടാണ് 94-ാം ഭേദഗതി നിയമം വരുന്നത്. ഈ 10-12 കാലയളവിൽ ഏകദേശം എല്ലാം SC/ST റിലേറ്റഡ് ആണ് കേട്ടോ. 95-ാം ഭേദഗതി നിയമപ്രകാരം എഗെയിൻ എക്സ്റ്റെൻഡഡ് SC/ST റിസർവേഷൻ ഇൻ ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലി. അതായത് വീണ്ടും SC/ST റിസർവേഷൻ നേരത്തെ നമ്മൾ എന്താ പറയാ അടുത്ത 10 വർഷത്തേക്ക് എന്ന് പറഞ്ഞൊരു സാധനം പറഞ്ഞിരുന്നു. അതായത് 80-82 അടുത്ത 10 വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം 92 ലാപ്സ് ആവുന്നത്. അടുത്ത 10 വർഷത്തേക്ക് SC/STക്ക് ലോക്സഭ സ്റ്റേറ്റ് അസംബ്ലിയിൽ എന്താ പറയുക റിസർവേഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം 10 വർഷം, 82 പിന്നെ 10 വർഷം 92 സാധനം ലാപ്സ് ആവും. എഗെയിൻ 2010-12 അമെന്റ്മെന്റില് 95-ാം അമെന്റ്മെന്റ് ഭേദഗതി വന്നപ്പം എഗെയിൻ അടുത്ത 10 വർഷത്തേക്കും കൂടി എന്ത് ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, അതിനകത്തായിരുന്നു ആംഗ്ലോ ഇന്ത്യൻ നോമിനേഷൻസ് ഉണ്ടായിരുന്നത്. പക്ഷെ ഈ അടുത്ത 10 വർഷം എന്ന് പറയുമ്പോൾ ഈ സാധനം 2022 ലാപ്സ് ആയി. ഈ 2022 ലാപ്സ് ആയ സമയത്ത് 2022 ആംഗ്ലോ ഇന്ത്യൻ നോമിനേഷൻ അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ പോപ്പുലേഷൻ എടുത്ത സമയത്ത്, അവരുടെ സെൻസസ് എടുത്ത സമയത്ത് ഇവിടെ ആംഗ്ലോ ഇന്ത്യൻ വളരെ കുറവായിരുന്നു. എനിക്ക് ഒരു സീറ്റ് ആയിട്ട് കൊടുക്കാൻ മാത്രം പോപ്പുലേഷൻ ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ 2022 എന്ത് ചെയ്തു, ആംഗ്ലോ ഇന്ത്യൻ നോമിനേഷൻസ് എടുത്തൊഴിവാക്കി. അവർക്കിപ്പോ സീറ്റ് ഇല്ല, ലോക്സഭയിൽ രാജ്യസഭയിൽ ഇല്ല, പോപ്പുലേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. മുമ്പ് അവരുണ്ടായിരുന്ന സമയത്ത് ഏകദേശം 2022 ഏതോ ഒരാൾ മാത്രം ഉണ്ടായിരുന്നു. ഒരാൾ എങ്ങാണ്ട് സീറ്റിലും ഉണ്ടായിരുന്നുള്ളൂ ആംഗ്ലോ ഇന്ത്യൻസിന്റെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്. പിന്നെ ആ പോസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ 96-ാം അമെന്റ്മെന്റ് വരുന്നു. 96-ാം അമെന്റ്മെന്റ് പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറെ ഷെഡ്യൂളുകൾ ഉണ്ട്. അതിൽ 8-ാമത്തെ ഷെഡ്യൂളിനെ പേര് മാറ്റിയിട്ട്, അതായത് ഒറിയ എന്നുള്ള പേരിലായിരുന്നു 8th ഷെഡ്യൂൾ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് പിന്നീട് ഒഡിയ എന്നുള്ള പേരിലാക്കി മാറ്റി. ഓക്കെ, 97-ാം ഭേദഗതി നിയമപ്രകാരം ഒരു എക്സ്ട്രാ പാർട്ടും കൂടി ഈ പറഞ്ഞ നിയമത്തിനകത്തേക്ക്, കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്തു. അത് കോപ്പറേറ്റീവ് സൊസൈറ്റികളുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സെപ്പറേറ്റ് ആക്ട് ഉണ്ട്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ നിയമങ്ങളിൽ വരുന്ന കുറച്ച് മാറ്റങ്ങളും സാധനങ്ങളൊക്കെ 97-ാം ഭേദഗതി നിയമപ്രകാരം ഒരു എക്സ്ട്രാ പാർട്ട് ആഡ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യപ്പെടുന്നത്, ഭേദഗതി വരുത്തുന്നത്. മൂവിങ് ടു ദ നെക്സ്റ്റ്. Name the case in which the judiciary advanced the theory of basic structure. താഴെ തന്നിരിക്കുന്ന ഏത് കേസാണ് നമ്മുടെ ജുഡീഷ്യറിയുടെ ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് സംസാരിച്ചൊരു കേസ്? ഈ കേശവേന്ദ്ര ഭാരതി കേസ് നമ്മളെ കാസർഗോഡ് നടക്കുന്ന ഒരു സംഭവമാണ്. മിനർവ മിൽ കേസ്, ഗോലക്നാഥ് കേസ്, SR ബൊമ്മൈ കേസ് ഒക്കെ ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്ന സമയത്ത് നടന്ന സംഭവമാണ്. ഓക്കെ, നോക്കാം. ഈ നമ്മൾ പലപ്പോഴും ചില സിനിമകളൊക്കെ കാണുന്ന സമയത്ത് അതിൻ്റെ അകത്ത് അവർ ചില കേസുകളൊക്കെ മെൻഷൻ ചെയ്യും. അന്ന് ഇന്ന കേസിൽ ഇങ്ങനെ ഒരു വിധി പ്രസ്താവിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ പറയാറുണ്ട്. ഓക്കെ, അങ്ങനെ ചില കേസുകളെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയോ, ചില കേസുകളെ നമ്മൾ തൊട്ടടുത്ത കേസുകളിലേക്ക് റെഫറൻസ് ആയിട്ട് വക്കീൽമാർ പറയുന്നത് കാണാം അവരുടെ ഭാഷയിൽ. അന്ന് ഇന്ന കേസിൽ ഇങ്ങനെ നടക്കാറുണ്ടായിരുന്നുള്ള സംഭവം. അപ്പോൾ പൊതുവെ ഭരണഘടനയിലേക്കൊക്കെ വരുന്ന സമയത്ത് ഭരണഘടനയിലെ ചില സാധനങ്ങളൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ വാദങ്ങൾ വരുന്ന സമയത്ത് പലപ്പോഴും സ്റ്റേറ്റുമായിട്ടൊക്കെ നമ്മൾ ഈ വ്യക്തികൾ തമ്മിലാണ് കേസുകൾ നമ്മൾ പൊതുവെ വിചാരിക്കും. വ്യക്തികൾ തമ്മിൽ മാത്രമല്ല കേസുകൾ ഉണ്ടാവുക, ഗവൺമെന്റുമായിട്ടും കേസുകൾ ഉണ്ടാവാറുണ്ട്. വ്യക്തികളും ഗവൺമെന്റുകളും തമ്മിലും, സ്ഥാപനങ്ങളും ഗവൺമെന്റുകളും തമ്മിലും, സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലും ഒക്കെ കേസുകൾ നടക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിനകത്ത് അത്തരം കേസുകളിൽ ഭയങ്കര നിർണായകമായ വിധികൾ വരും. ഓക്കെ, അത്തരം ചില കേസുകളിൽ ഭയങ്കര നിർണായകമായ വിധികൾ വരും. അങ്ങനെ നിർണായകമായ വിധികൾ പിന്നീട് എന്തായിട്ട് മാറും എന്നറിയോ, നിയമമായിട്ട് മാറും. ലാവ്ലിൻ കേസൊക്കെ നിയമമായിട്ട് മാറും. അങ്ങനെ നിയമമായിട്ട് വരുന്ന
സാധനങ്ങൾ പിന്നീട് എന്ത് ചെയ്യപ്പെടും എന്നറിയോ, ഭേദഗതി നിയമങ്ങളിലേക്കൊക്കെ വന്നിട്ട് അത് നിയമപുസ്തകങ്ങളിലേക്ക് ആർട്ടിക്കിൾസ് ആയിട്ട് ആഡ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യപ്പെടും. ഓക്കെ, എന്നിട്ട് ആ നിയമം മാറിയത് ഇന്ന കേസ് കൊണ്ട്. ഇപ്പൊ നിർഭയ കേസൊക്കെ സംഭവിച്ച സമയത്ത് നിർഭയ കേസിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു എന്നറിയോ, ആ കുട്ടി ഏറ്റവും ബ്രൂട്ടലായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്ന ഒരു 18 വയസ്സിൽ താഴെയുള്ള ഒരു പയ്യനായിരുന്നു. ഓക്കെ, അപ്പൊ നിയമപ്രകാരം അവൻ ജുവൈനൽ ജസ്റ്റിസിന്റെ കീഴിലാണ് വരിക. അവനെ കുറ്റവാളിയായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, അവൻ കുട്ടിയാണ്. അപ്പം സ്വാഭാവികമായും അവൻ എന്ത് ചെയ്യപ്പെടും, ജുവൈനൽ ഹോമിലാക്കപ്പെടും. അവിടുന്ന് അവന് ട്രീറ്റ്മെന്റ് കിട്ടും, അങ്ങനത്തെ സാധനങ്ങളാണ് നടക്കുക. പക്ഷെ അവൻ ചെയ്ത ക്രിമിനൽ കുറ്റത്തിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് അവൻ ശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ് ചെയ്തത്. അന്ന് ഒരുപാട് ആളുകൾ ഹർജി കൊടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് ജുവൈനൽ ജസ്റ്റിസ് ആക്ടില് കുട്ടികൾ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് അവര് ചെയ്യുന്ന കുറ്റത്തിന്റെ ആഴം കണക്കിലെടുത്തുകൊണ്ട് ശിക്ഷയ്ക്ക് അർഹരാണെന്ന് പറഞ്ഞുകൊണ്ട് നിർണായകമായ വിധി കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ വിധികളൊക്കെ പലപ്പോഴും ചില കേസുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് വരാറുള്ളത്. അങ്ങനെ കുറച്ച് കേസുകളാണ് കേശവാനന്ദ ഭാരതി കേസ്, മിനർവ മിൽ കേസ്, ഗോലക്നാഥ് കേസ്, SR ബൊമ്മെ കേസ് ഒക്കെ. ഇതില് നമ്മുടെ ആൻസർ കേശവേന്ദ്ര ഭാരതി കേസാണ്. അതായത് നിയമ സംവിധാനത്തിന്റെ, നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ തകർക്കാതെ എന്ത് ഭേദഗതിയും കോടതിക്കും ഗവൺമെന്റിനും ഭരണഘടനയിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് അതിന്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. ഞാൻ പറയാം എന്താന്നുള്ള സംഭവം പറയാം, അത് പറഞ്ഞിട്ടേ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമുള്ളൂ. ഞാൻ ആ കേശവേന്ദ്ര ഭാരതി കേസ് പറയാം എന്താന്നുള്ളത്. ഈ കേശവേന്ദ്ര ഭാരതി എന്ന് പറയുന്നത് കാസർഗോഡ് ഉണ്ടായിരുന്ന ഒരു സന്യാസിയായിരുന്നു. ഓക്കെ, പുള്ളിക്കാരൻ ഒരു സ്വാമിയായിരുന്നു. അപ്പൊ പുള്ളിയുടെ എന്താ പറയാ, മഠത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് കുറെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു, സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ട് നടന്നൊരു കേസാണ് ശരിക്കും ഇങ്ങനൊരു ഒരു വിധിയിലേക്ക്, നിർണായകമായ ഒരു വിധിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അന്ന് കേസ് നടന്നത് ഈ ആളും ഈ മനുഷ്യനും ഈ സ്വാമിയും സ്റ്റേറ്റ് ഗവൺമെന്റും കേരള സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലാണ് കേസ് നടന്നത്. അങ്ങനെ ഹൈക്കോടതിയിൽ കേസ് വാദിക്കുന്നു, ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. അങ്ങനെ സുപ്രീം കോടതിയിൽ നിന്നാണ് നിർണായകമായ വിധി വരുന്നത്. ആൻഡ് ദ കേശവേന്ദ്ര ഭാരതി കേസ് ഡെലിവേർഡ് ഓൺ April 24, 1973. 1973 April 24 വിധി വരുന്നത്. ഈസ് എ ലാൻഡ്മാർക്ക് സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ് എസ്റ്റാബ്ലിഷിംഗ് ദ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ. ഇത് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറയുന്ന ആശയം സുപ്രീം കോടതി ഒരു വട്ടം കൂടി ഊന്നി പറഞ്ഞൊരു കേസായിരുന്നു അത്. ഓക്കെ, നോക്കാം എന്താന്നുള്ളത്. ദിസ് ഡോക്ട്രിൻ സ്റ്റേറ്റ് ദാറ്റ് വൈൽ പാർലമെന്റ് ക്യാൻ അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ആർട്ടിക്കിൾ 368, ഇറ്റ് കനോട്ട് ആൾട്ടർ ഇറ്റ്സ് ഫണ്ടമെന്റൽ സ്ട്രക്ചർ. പറയുന്ന ഇത്രയേ ഉള്ളൂ. ആ കോടതിയുടെ വിധി, കേസിന്റെ വിധി പറയുമ്പോൾ കോടതി ഇങ്ങനെ പറഞ്ഞുള്ളൂ, ആർട്ടിക്കിൾ 368 പ്രകാരം പാർലമെന്റിന് ഇന്ത്യൻ ഭരണഘടനയെ അമെൻഡ് ചെയ്യാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. ഓക്കെ, പാർലമെന്റിൽ പാസ്സാക്കിയിട്ടാണ് നിയമ ഭേദഗതികളൊക്കെ വരുന്നത്. വോട്ടിനിട്ട് പാസ്സാക്കിയിട്ട്, ലോക്സഭയിലും രാജ്യസഭയിലും വോട്ടിനിട്ട് പാസ്സാക്കിയിട്ടാണ് പ്രസിഡന്റ് ഒപ്പുവെച്ചിട്ടാണ് ഈ സാധനം നിയമമാവുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 368 പ്രകാരം പാർലമെന്റിന് അമെൻഡ് ചെയ്യാം. ദേ ഹാവ് ദ ചോയ്സ്, ദേ ഹാവ് ദ റൈറ്റ്. കാരണം നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളാണ് അവിടെ പോയി ഇരിക്കുന്നത്, നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച മനുഷ്യന്മാരാണ്. പക്ഷേ അങ്ങനെ അമെൻഡ് ചെയ്യാം എന്നുള്ള സിസ്റ്റം ഉണ്ടെങ്കിലും ഇറ്റ് കനോട്ട് ആൾട്ടർ ഇറ്റ്സ് ഫണ്ടമെന്റൽ സ്ട്രക്ചർ. ഒരിക്കലും ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെന്റൽ സ്ട്രക്ചർ ഉടച്ചു വാർക്കാനുള്ള റൈറ്റ് ആർക്കില്ല, പാർലമെന്റിന്റെ. ഭേദഗതികൾ വരുത്താം, പക്ഷെ ഒരിക്കലും അതിന്റെ ആ ഒരു വ്യവസ്ഥ ഉണ്ടല്ലോ, അതിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ ഭരണഘടനയെ പാടെ തകർക്കാൻ പാടില്ല. ഇഫ് ആവശ്യമെങ്കിൽ എന്ത് ചെയ്യാം, അതിലേക്ക് അഡിഷൻസ് വരുത്താം. കാലാനുസൃതമായിട്ട് ഒഴിവാക്കപ്പെടുന്ന നിയമങ്ങളെ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, നിലനിൽക്കുന്ന നിയമങ്ങളെ വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. പക്ഷെ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. ഭരണഘടനയെ തകർക്കുക എന്നുള്ള ആസ്പെക്റ്റിലേക്ക് ഒരു സാധനവും വരാൻ പാടില്ല. ആൻഡ് ദ കേസ് വാസ് ഫൈൽഡ് ബൈ കേശവാനന്ദ ഭാരതി ചലഞ്ചിങ് കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഓഫ് അമെൻഡ്മെന്റ് ദാറ്റ് സോട്ട് ടു കർടെയിൽ ജുഡീഷ്യൽ പവർ ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ കേശവാനന്ദ ഭാരതി അന്ന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്ന മൂപ്പരുടെ ലാൻഡ് റിഫോർമേഷൻസ് ഇവിടെ വന്ന സമയത്ത്, ലാൻഡ് റിഫോർമേഷൻ ആക്ടുകളൊക്കെ വന്ന സമയത്ത് പുള്ളിക്കാരന്റെ കയ്യിലുണ്ടായിരുന്ന, പുള്ളിയുടെ മഠത്തിന്റെ കീഴിലുണ്ടായിരുന്ന ലാൻഡ് ഒക്കെ ഗവൺമെന്റ് ഏറ്റെടുത്തു. എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി കൈവശം വെക്കാനുള്ള പുള്ളിയുടെ റൈറ്റിന് ആര് വിലങ്ങുതടിയായി? സ്റ്റേറ്റ് വിലങ്ങുതടിയായി എന്നുള്ളതാണ് പുള്ളി കൊടുത്ത കേസ്. ഓക്കെ, ആ കേസ് വാദിക്കുന്ന സമയത്ത് കേശവേന്ദ്ര ഭാരതി പറഞ്ഞൊരു പോയിന്റ്, അല്ലെങ്കിൽ അയാൾ വക്കീലിനെ വെച്ച് വാദിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. എന്റെ ജുഡീഷ്യൽ പവർ ഓക്കെ, നല്ലത്, ജുഡീഷ്യൽ പവർ ഒക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അതൊരിക്കലും ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ മേലെ കയറാൻ പാടില്ല. ഓക്കെ, നമ്മുടെ അടിസ്ഥാന അവകാശങ്ങളെ, വീടുണ്ടാക്കുക അല്ലെങ്കിൽ പ്രോപ്പർട്ടി കൈവശം വെക്കുക, ഇങ്ങനത്തെ ഒരു പൗരന്റെ, അയാൾ പറഞ്ഞത്രേ ഉള്ളൂ, ഒരു പൗരന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മേലെ ഒരിക്കലും ജുഡീഷ്യൽ പവർ എന്ത് ചെയ്യാൻ പാടില്ല, കയറിയിരിക്കാൻ പാടില്ല എന്നുള്ള സാധനം.
അതിന് ഈ പറഞ്ഞ പോലെ അമെന്റ്മെന്റ് ഒക്കെ നടത്തിയിട്ട് ഭരണഘടനാ ഭേദഗതി ഒക്കെ നടത്തിയിട്ട് നിയമങ്ങളൊക്കെ മാറ്റാം. പക്ഷെ അതൊരിക്കലും അതിന്റെ ഫണ്ടമെന്റൽ സ്ട്രക്ചറിനെ ഉടച്ചു വാർക്കുന്ന രീതിയിലാവരുത് എന്നുള്ള നിർണായകമായ വിധി വരുന്നത് ആ ഒരു കേസിലായിരുന്നു. അതിനെയാണ് ഈ പറഞ്ഞ ബേസിക് സ്ട്രക്ചർ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ജുഡീഷ്യറി അഡ്വാൻസ് ദ തിയറി ഓഫ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറയുന്ന സാധനം കേശവാനന്ദ ഭാരതി കേസിലാണ് കോടതി വിധി പറയുന്നത്. മിനർവ മിൽ കേസും ഇതേപോലെ തന്നെ സുപ്രീം കോടതിയാണ്, അത് കേരളത്തിലല്ല കേട്ടോ, സുപ്രീം കോടതിയാണ് വിധി പറയുന്നത്. ക്ലാരിഫൈഡ് ദ കേസ് സ്ട്രക്ചർ ഡോക്ട്രിൻ, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ, ഈ സാധനങ്ങളൊക്കെ ഇത് 4 ഓപ്ഷനിലും ഉള്ള സാധനങ്ങൾ, ഇത് കേശവാനന്ദ ഭാരതി ആയാലും മിനർവ മിൽ ആയാലും ഗോലക്നാഥ് ആയാലും SR ബൊമ്മെ കേസ് ആയാലും ഇതൊക്കെ പറയുന്നത് നമ്മുടെ ഭരണഘടനയെ നമ്മൾ എന്താ പറയാ ഉടച്ചു വാർക്കുമ്പം അല്ലെങ്കിൽ അതിൽ ഭേദഗതി വരുത്തുന്ന സമയത്ത് അതിന്റെ സ്ട്രക്ചറിന് മാറ്റം വരാൻ പാടില്ല എന്നാണ് ഈ 4 പറയുന്നത്. പക്ഷെ പറയുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. ഓക്കെ, കേശവാനന്ദ ഭാരതിയിലേക്ക് വരുന്ന സമയത്ത് പുള്ളിക്കാരൻ ആ ഒരു ഫണ്ടമെന്റൽ സ്ട്രക്ചർ തകർക്കാൻ പാടില്ല എന്ന് പറയുന്നു. മിനർവ കേസിലേക്ക് വരുന്ന സമയത്ത് സ്ട്രക്ചർ എന്നുള്ളതിലേക്ക് അപ്പുറത്തേക്ക്, അതായത് സ്ട്രക്ചർ എന്നുള്ള വാക്കിനല്ല അവിടെ ഊന്നൽ കൊടുക്കുന്നത്. നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ള സാധനം, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും, സ്ക്രീനുണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും ഫണ്ടമെന്റൽ റൈറ്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫണ്ടമെന്റൽ റൈറ്റ്സ് എപ്പോഴും നമ്മുടെ അടിസ്ഥാന അവകാശങ്ങളാണ്, അതായത് ഒരു കാരണവശാലും വയലേറ്റ് ചെയ്യാൻ പാടില്ലാത്ത സാധനങ്ങൾ. നേരെ മറിച്ച് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അവകാശങ്ങളല്ല. ഓക്കെ, അവകാശങ്ങളല്ല, അത് നിർദ്ദേശങ്ങളാണ്. അതായത് ഇപ്പൊ ഒരു ഗവൺമെന്റ് ഭരിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ഗവൺമെന്റുകളൊക്കെയും ഭരിക്കുന്നത് ഭരണഘടനയ്ക്ക് അകത്തു നിന്നാണ്. അപ്പൊ ആ ഗവൺമെന്റുകൾ ആദ്യം ഉറപ്പുവരുത്തേണ്ട സാധനം എന്താ? പൗരന്മാരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നില്ല എന്നുള്ള സാധനം. അങ്ങനെ ഹനിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഈ നിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞ സാധനങ്ങളെ എന്ത് ചെയ്യണം? നിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞ സാധനങ്ങളെ പ്രിൻസിപ്പിൾസ് ആയിട്ട് എടുത്തുകൊണ്ട്, അതിൽ പറഞ്ഞ സംഭവങ്ങളെ സഹായക കാര്യങ്ങളായിട്ട് എടുത്തുകൊണ്ട് ഇവിടെ പൗരന്മാരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഭരിക്കാനാണ് ഗവൺമെന്റുകൾ ശ്രമിക്കേണ്ടതെന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എഴുതുന്ന സമയത്ത് അംബേദ്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിർദ്ദേശക തത്വങ്ങൾ, ഈ നിർദ്ദേശക തത്വങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത മേ ബി ഇൻ ഫ്യൂച്ചറിൽ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്തായി മാറും എന്നറിയോ? ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നിയമമായിട്ട് മാറും. അപ്പൊ ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന് ചാടി വന്നാണ്. അതായത് ഇപ്പം എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കുട്ടികളുടെ നിർബന്ധിത വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സ് വരെ എന്ന് പറഞ്ഞ സാധനം ഒരു കാലത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഉണ്ടായിരുന്ന കാര്യമായിരുന്നു. അത് പിന്നീട് അമെന്റ്മെന്റ് വന്ന സമയത്ത് നിയമമായിട്ട് മാറി. അങ്ങനെ വേറെയും കുറെ നിർദ്ദേശക തത്വങ്ങളുണ്ട്. അങ്ങനെ കുറെ നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അതായത് അതിന് ലീഗൽ എൻഫോഴ്സബിലിറ്റി ഒന്നുമില്ല. നിർബന്ധമായിട്ടും ലീഗാലിറ്റി ഉള്ള എൻഫോഴ്സ് ചെയ്യേണ്ട കാര്യം ഒന്നല്ല ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. ഫണ്ടമെന്റൽ റൈറ്റ് പക്ഷെ അങ്ങനെയല്ല, ലീഗലി എൻഫോഴ്സബിൾ ആണ്. ഇത് ലീഗലി എൻഫോഴ്സബിൾ ആയിരിക്കില്ല. പക്ഷേ ഗവൺമെന്റുകൾക്ക് അവരുടെ മൊറാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി ആരെ കൂട്ടുപിടിക്കണം? ഈ പറഞ്ഞ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കൂട്ടുപിടിക്കണം. അതായത് രാജ്യത്തിന്റെ നീതി വ്യവസ്ഥയെ നിലനിർത്താൻ വേണ്ടി, സാമൂഹിക വ്യവസ്ഥയെ നിലനിർത്താൻ വേണ്ടി, എക്കണോമിക് സംവിധാനത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട്, പൊളിറ്റിക്കൽ സംവിധാനത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടും ഒക്കെ എന്ത് ചെയ്യപ്പെടണം? നിർദ്ദേശതത്വങ്ങൾ പാലിക്കപ്പെടണം. അത് ഗവൺമെന്റുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഈ പറഞ്ഞ മിനർവ മിൽ കേസ് വന്ന സമയത്ത് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: ദ കേസ് അഡ്രസ് ദ സ്കോപ്പ് ഓഫ് പാർലമെന്റ് പവർ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് അപ്പോഴും പാർലമെന്റിന് ഇന്ത്യൻ ഭരണഘടന അമെൻഡ് ചെയ്യാനുള്ള, ഭേദഗതി വരുത്താനുള്ള എല്ലാ പവറും ഉണ്ട്. പക്ഷേ particularly concerning fundamental rights and directive principles, the court is struck down certain provision of 42nd Amendment Act which aim to prioritize directive principle over fundamental rights, ruling that such an alteration was inconsistent with the basic structure of the constitution. പറയുന്നത് ഇത്രയേ ഉള്ളൂ. മിനർവ മിൽ കേസിന്റെ വിധി വന്നത് ഇങ്ങനെയായിരുന്നു. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സും ഇതൊക്കെ ഭേദഗതി ചെയ്യാനും ഒക്കെ ഉള്ള അവകാശം ആർക്കുണ്ട്? ഗവൺമെന്റുകൾക്കുണ്ട്. പക്ഷേ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ തിരിഞ്ഞു നോക്കാണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ മാത്രം പ്രയോറിറ്റൈസ് ചെയ്തിട്ടാണ് ഒരു പാർലമെന്റ് നിലനിൽക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭേദഗതിയാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ നോക്കുന്നേ ഇല്ല, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെയാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഒരു ഗവൺമെന്റൽ സംവിധാനം മുമ്പോട്ട് പോയാൽ അവിടെ ഇല്ലാതാവുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രക്ചറിന്റെ കൺസിസ്റ്റൻസി ആണ് എന്നുള്ളതായിരുന്നു മിനർവ മിൽ കേസിന്റെ അറ്റ് ദ എൻഡിൽ കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്ന വിധി. അപ്പൊ ഇപ്പുറത്ത് വന്ന സമയത്ത് സ്ട്രക്ചറിനെ അങ്ങനെ തന്നെ പച്ചയ്ക്ക് പറഞ്ഞു. ഇവിടേക്ക് വരുന്ന സമയത്തോ, മിനർവ മില്ലിലേക്ക് വരുന്ന
സമയത്ത് ഇവിടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും ഫണ്ടമെന്റൽ റൈറ്റ്സും തമ്മിൽ ബാലൻസ്ഡ് ആവേണ്ടത് എങ്ങനെയാണ്? ഒരിക്കലും ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ മേലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ കയറി നിന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരരുത്. നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ആ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉറപ്പുവരുത്താൻ നമുക്ക് ആരെ സഹായത്തിനെടുക്കാം? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ സഹായത്തിനെടുക്കാം. അതേ പാടുള്ളൂ. അങ്ങനെ ഒരു ബാലൻസിങ് ഉണ്ടാവണം എന്നാണ് മിനർവ മിൽ കേസ് പറയുന്നത്. അത് വയലേറ്റ് ചെയ്യപ്പെട്ടത് കൊണ്ടാണ് അത് കേസായത്. ഓക്കെ, ഇനി അടുത്താണ് ഗോലക്നാഥ്. ഗോലക്നാഥ് കേസ് ശരിക്കും പഞ്ചാബിലാണ്. പഞ്ചാബ് സ്റ്റേറ്റ് ഗവൺമെന്റും ഗോലക്നാഥ് എന്ന് പറഞ്ഞൊരു മനുഷ്യനും തമ്മിലാണ് എന്ത് നടക്കുന്നത്? കേസ് നടക്കുന്നത്. ആൻഡ് Supreme Court ruled that Parliament cannot amend the Constitution to abridge fundamental rights. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു തരത്തിലും കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് ഇല്ല എന്ന് സുപ്രീം കോടതി പറയുന്നത് ആ കേസിലാണ്. ഓക്കെ, ഇതില് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാം. ഗോലക്നാഥിന്റെ ഫാമിലിക്ക് ഒരു ഫാം ലാൻഡ് ഉണ്ടായിരുന്നു പഞ്ചാബില്. ഓക്കെ, 1953 പഞ്ചാബ് സെക്യൂരിറ്റി ലാൻഡ് റിഫോർമേഷൻ ലാൻഡ് ടെനർ ആക്ട് വന്ന സമയത്ത് എന്ത് ചെയ്യപ്പെട്ടു എന്നറിയോ? പുള്ളിക്കാരന്റെ ഓണർഷിപ്പ് ലിമിറ്റ് ചെയ്യപ്പെട്ടു. അതായത് പുള്ളിയുടെ ലാൻഡിന്റെ ഒരു നല്ലൊരു ശതമാനം പഞ്ചാബ് സ്റ്റേറ്റ് ഗവൺമെന്റിന് സറണ്ടർ ചെയ്യേണ്ടി വന്നു. അങ്ങനെ സറണ്ടർ ചെയ്യേണ്ടി വന്ന സമയത്ത് അവിടെ തന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, നേരത്തെ കേശവാനന്ദിക്ക് സംഭവിച്ച അതേ കാര്യം, ഓക്കെ, തന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ത് ചെയ്യപ്പെട്ടു? തന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് പുള്ളി കേസ് കൊടുത്തു. അതായത് തന്റെ ലാൻഡ്, അതായത് തനിക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന തന്റെ പ്രോപ്പർട്ടി അക്വയർ ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ സറണ്ടർ ചെയ്യപ്പെടുക ഗവൺമെന്റിന്റെ മുന്നിൽ എന്ന് പറഞ്ഞ സമയത്ത് എന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിനുള്ള റോൾ എന്താ ഇവിടെ എന്നുള്ളതാണ് പുള്ളി കൊടുത്ത കേസ്. ഓക്കെ, ആ കേസിന് സുപ്രീം കോടതി പറഞ്ഞ വിധി ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു കാരണവശാലും ഒരു ലാൻഡ് റിഫോർമേഷൻ ആക്ടും ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് അന്ന് സുപ്രീം കോടതി പറഞ്ഞത്. ആൻഡ് ദിസ് ഡിസിഷൻ അറോസ് ഫ്രം എ ചാലഞ്ച് ടു ദ പഞ്ചാബ് സെക്യൂരിറ്റി ആൻഡ് ലാൻഡ് ടെനർ ആക്ട്. 1953 ആ ഒരു പഞ്ചാബിൽ നിന്ന് ലാൻഡ് റിഫോർമേഷൻ ആക്ടിന് അതൊരു ചലഞ്ച് ആയിരുന്നു ആ വിധി. ആൻഡ് വിച്ച് റെസ്ട്രിക്റ്റഡ് ലാൻഡ് ഓണർഷിപ്പ് ആൻഡ് വാസ് ഡീംഡ് ടു വയലേറ്റ് ദ ഗോലക്നാഥ് ഫാമിലീസ് റൈറ്റ് ടു പ്രോപ്പർട്ടി. ഇത് ഗോലക്നാഥിന്റെ ഫാമിലിക്ക് പ്രോപ്പർട്ടി കയ്യിൽ വെക്കാനുള്ള അവകാശത്തെ അത് ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത് ആ വിധി പ്രകാരം. ഓക്കെ, the court held that the term law under Article 13 includes constitutional amendments and therefore Parliament cannot amend the Constitution in a way that violates fundamental rights. ഒരു പൗരന്റെ അടിസ്ഥാന അവകാശങ്ങളെ ഹനിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു ഭേദഗതിയും ഇവിടെ നടത്താൻ പാടില്ല എന്നാണ് കോടതി എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത SR ബൊമ്മെ കേസാണ്. SR ബൊമ്മെ കേസ് കർണാടക ഗവൺമെന്റിന്റെ സമയത്ത്, കർണാടക ഗവൺമെന്റിലാണ് നടക്കുന്നത്. അപ്പൊ കർണാടക ഗവൺമെന്റിന്റെ എന്താ പറയാ, അവരുടെ ജനതാദൾ ഭരിച്ചുകൊണ്ടിരുന്ന സമയമാണ്. ജനതാദൾ അവിടെ ഭരിക്കുന്ന സമയത്ത് SR ബൊമ്മയായിരുന്നു അതിന്റെ തലപ്പത്തുണ്ടായിരുന്നത്. കർണാടക ഗവൺമെന്റിനെ ഡിസ്മിസ് ചെയ്തു വന്ന്. ഓക്കെ, ജനതാദൾ ഭരിക്കുന്ന ഗവൺമെന്റിനെ അന്ന് പാതിക്ക് വെച്ച് പിരിച്ചുവിടേണ്ടി വന്നു. അങ്ങനെ പിരിച്ചുവിടപ്പെടുന്ന സമയത്ത് ഇപ്പൊ ഒരു സ്റ്റേറ്റിൽ ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ പിരിച്ചുവിടേണ്ടി വരികയും ഒരു പുതിയൊരു എലക്ഷൻ ഡിക്ലെയർ ചെയ്യപ്പെടാത്തൊരവസ്ഥ വരികയും ചെയ്യുന്ന സമയത്ത് ഭരിക്കുക പ്രസിഡന്റ് ആണ്. ഓക്കെ, രാഷ്ട്രപതി ഭരണത്തിലേക്ക് മാറും. ഓക്കെ, അങ്ങനെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോയ സമയത്താണ് SR ബൊമ്മെ ഒരു കേസ് കൊടുക്കുന്നതും എന്താ പറയാ അത് വലിയൊരു വിധിയായിട്ട് വരുന്നതൊക്കെ. എന്താന്ന് പറഞ്ഞുതരാം. is a landmark judgment of the Supreme Court of India that addressed the use of Article 356, which allows for the imposition of president rule in state. ഇനി ഇതിന്റെ കൂടെ ഒരു സാധനം കൂടി പഠിക്കുക. ആർട്ടിക്കിൾ 356 എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. ആ ആർട്ടിക്കിൾ പറയുന്നത് രാഷ്ട്രപതി ഭരണത്തെ കുറിച്ചാണ്. ഓക്കെ, സ്റ്റേറ്റിൽ രാഷ്ട്രപതി ഭരണം എപ്പോ വരണം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ ആ ആർട്ടിക്കിൾ 356 ആണ് ഈ SR ബൊമ്മെ കേസിലെ വലിയൊരു പോയിന്റ് ആയിട്ട് നിലനിന്നത്. ആൻഡ് ദിസ് കേസ് എസ്റ്റാബ്ലിഷ്ഡ് ഗൈഡ്ലൈൻസ് ഫോർ ദ യൂസ് ഓഫ് ആർട്ടിക്കിൾ 356, ലിമിറ്റിംഗ് ദ സെൻട്രൽ ഗവൺമെന്റ്സ് പവർ ടു ഡിസ്മിസ് സ്റ്റേറ്റ് ഗവൺമെന്റ് and emphasizing the importance of judicial review of such action. അതായത് കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റുകളെ പിരിച്ചുവിടുക സെൻട്രൽ ഗവൺമെന്റുകളാണ്. അതായത് പിരിച്ചുവിടൽ പ്രൊസീഡിങ് ശരിക്കും ഫ്രം അവിടെ നിന്നാണ് വരിക. ഓക്കെ, അങ്ങനെ ഒരു പ്രൊസീഡിങ് ശരിക്ക് സ്റ്റേറ്റ് ഗവൺമെന്റുകളെ സെൻട്രൽ ഗവൺമെന്റ് പിരിച്ചുവിട്ടിട്ട് രാഷ്ട്രപതി ഒക്കെ എപ്പോഴും ആരായിരിക്കും? ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളാണ് പൊതുവെ മെജോറിറ്റി കേസിലും രാഷ്ട്രപതി ആയിട്ട് വരിക. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഈ APJ അബ്ദുൽ കലാമിനെ പോലെയൊക്കെയുള്ള ആളുകൾ അങ്ങനെ റെയർ ആയിട്ടേ വരുള്ളൂ. അല്ലാത്ത കേസിലൊക്കെ ആരാണോ ഭരിക്കുന്നത് ആ ഭരിക്കുന്ന പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആണ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തപ്പെടുക എന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടിട്ട് ഒരു സെൻട്രൽ ഗവൺമെന്റ് വരുന്നു. സെൻട്രൽ ഗവൺമെന്റ് വന്നിട്ട് അവിടെ രാഷ്ട്രപതി ഭരണം ഉണ്ടാവുന്നു എന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ ഭരണഘടനയ്ക്ക് എന്താണ് പ്രസക്തി എന്നുള്ളതാണ് SR ബൊമ്മെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതിന്റെ പിന്നിലുള്ള പൊളിറ്റിക്സ് എന്തോ ആയിക്കോട്ടെ, നമ്മൾ അതിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്, ആ കേസിനെ കുറിച്ചാണ്. ആൻഡ്
The Supreme Court held that the president's decision to impose president rule is not absolute and is subject to judicial scrutiny. ഓക്കെ, അതായത് പ്രസിഡന്റിന്റെ റൂളിംഗ് എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, കോടതി പറഞ്ഞു എത്രയുള്ളൂ, പ്രസിഡന്റ് ഡിസിഷൻ ടു ഇമ്പോസ് പ്രസിഡന്റ് റൂൾ ഈസ് നോട്ട് അബ്സല്യൂട്ട്. അതായത് രാഷ്ട്രപതി ഭരണം ആ സ്റ്റേറ്റിൽ വേണമെന്നൊരു രാഷ്ട്രപതി ഉത്തരവിടാണ് വിചാരിക്കുക. അങ്ങനെ രാഷ്ട്രപതി ഉത്തരവിടുന്ന സമയത്ത് അതായത് അങ്ങനെ പെട്ടെന്ന് പറയാനൊന്നും പറ്റില്ല. അത് ജുഡീഷ്യൽ പവർ ഉള്ള ഒരു സാധനമാണ്. അത് അങ്ങനെ രാഷ്ട്രപതിക്ക് ഒരു ദിവസം രാവിലെ എണീറ്റ് ഈ സ്റ്റേറ്റിന് ഗവൺമെന്റ് ഇല്ല, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഭരിച്ചേക്കാം എന്ന് പറഞ്ഞൊരു ഡിസിഷൻ എടുക്കാനൊന്നും പറ്റൂല. അതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ലീഗൽ പ്രൊസീഡിങ്സ് ഉണ്ടെന്നും അങ്ങനെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനെ ഒരു രാത്രിക്ക് രാത്രി സെൻട്രൽ ഗവൺമെന്റ് പിരിച്ചുവിടാൻ പറ്റില്ലെന്നും, ഇനി അഥവാ അങ്ങനെ ഒരു പിരിച്ചുവിടൽ നടന്നാലും പിറ്റേന്ന് രാത്രി തന്നെ എന്ത് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നേരം വെളുക്കുമ്പോഴത്തേന് രാഷ്ട്രപതി ഭരണം ആവാന്നുള്ള സാധനങ്ങളൊന്നും ഇവിടെ നടക്കുന്ന പരിപാടികളല്ല. അതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ജുഡീഷ്യൽ സ്ക്രൂട്ടിനി വേണം. അത് ശരിയാണോ, അവരെ പിരിച്ചുവിടേണ്ടതുണ്ടായിരുന്നോ, രാഷ്ട്രപതി ഭരണത്തിലേക്കൊക്കെ പോണ്ട കേസിലേക്ക് എത്തിയിട്ടുണ്ടോ, ഒരു റീ എലക്ഷൻ പോരെ എന്നുള്ള സാധനങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള സ്പേസും സാധനങ്ങളും ഒക്കെ ഉണ്ട്. അത്തരം സ്ക്രൂട്ടനൈസേഷൻ നടത്തിയിട്ട് മാത്രമേ രാഷ്ട്രപതി ഭരണത്തിലേക്ക് ഒരു സ്റ്റേറ്റിനെ എത്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ആർട്ടിക്കിൾ 356 എന്ത് ചെയ്യപ്പെടണം, റീവിസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഒന്ന് റിവൈസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് SR ബൊമ്മെ കേസ് വരുന്നത് 1994. അവിടെയും ശരിക്കും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന എന്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള സാധനമാണ് അവിടെയും ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടൊരു സംഭവം. വി ആർ മൂവിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ സെറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, who introduced reforms such as abolition of compulsory labor and the slave trade in Cochin state during the late 19th century. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തില് ഇവിടെ അടിമ കച്ചവടം ഉണ്ടായിരുന്നു. ഈ അടിമ കച്ചവടം കമ്പൽസറി ആയിട്ട് ഇല്ലാണ്ടാക്കിയ ദിവാൻ ആരായിരുന്നു? ദിവാൻ ശങ്കരവാര്യർ, ദിവാൻ ശങ്കുണ്ണി മേനോൻ, ദിവാൻ ഗോവിന്ദ മേനോൻ, രാജ ഓഫ് കൊച്ചിൻ. ഇതില് നിങ്ങളുടെ ആൻസർ കീയില് ഐ തിങ്ക് ശങ്കുണ്ണി മേനോൻ ആണുള്ളത്. ശങ്കുണ്ണി മേനോൻ അല്ല റൈറ്റ് ആൻസർ, ഇറ്റ്സ് ശങ്കരവാര്യർ ആണ് റൈറ്റ് ആൻസർ കേട്ടോ. ഇത് ആൻസർ കീ പ്രകാരം കറക്റ്റ് റെഡ് കളർ ആക്കിയിട്ടുള്ളതാണ്. ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് വൺ, ദിസ് ഇസ് ദ റൈറ്റ് വൺ. ശങ്കരവാര്യർ ആണ് ആൻസർ. ശങ്കരവാര്യർ ആണ് ശരിക്കും ആൻസർ കീ വന്നത് ശങ്കുണ്ണി മേനോനാണ്. ആൻസർ കീയിൽ തെറ്റാണ്. അത് ഞാൻ പറഞ്ഞ 2 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ തെറ്റുണ്ടായിരുന്നു. ശങ്കുണ്ണി മേനോൻ അല്ല, ശങ്കരവാര്യർ ആണ്. ഈ ശങ്കുണ്ണി മേനോനും ശങ്കരവാര്യരും റിലേറ്റീവ്സ് ആയിരുന്നു കേട്ടോ. ഈ ശങ്കുണ്ണി ക്ലോസ് റിലേഷൻ ആണ്. ഞാൻ അതിലേക്ക് വരാം. ഈ കേരള ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് കേരള ഹിസ്റ്ററിന്റെ പല കാര്യങ്ങളും നമ്മൾ ഈ പറയുന്ന ഇന്റർനെറ്റ് ആർക്കീവുകളിലോ അല്ലെങ്കിൽ പുസ്തകങ്ങളിലോ രേഖപ്പെടുത്താതെ പോയ കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ ഒരു സാധനമാണ് ഈ ശങ്കരവാര്യരുടെ കേസ് എന്ന് പറഞ്ഞ സാധനം. അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ കേരള ഹിസ്റ്ററി, എൻ്റെ ഒരു അറിവിൽ കേട്ടോ, ഞാൻ ഇതുവരെ പഠിച്ച കേരള ഹിസ്റ്ററിയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്തോ എവിടെയും കേരളത്തിൽ സ്ലേവ് ട്രേഡ് കമ്പൽസറി ആയിട്ട് അബോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ദിവാൻ ഉണ്ടായിരുന്നു നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. ഓക്കെ, ഇവിടെ സ്ലേവ് ട്രേഡ് ഉണ്ടായിരുന്നു എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടെ സ്ലേവ് ട്രേഡ് ഇല്ലാണ്ടാക്കാൻ പ്രവർത്തിച്ച ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഇതുവരെ ഒരു ചരിത്രവും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ, അപ്പം ചരിത്രം കുറെ വിഴുങ്ങുന്നുണ്ട്. ഈവൻ നമ്മുടെ കയ്യിലുള്ള ആർക്കീവുകൾ പോലും എന്താണ്, ലിമിറ്റഡ് ആണെന്നുള്ളൊരു സംഭവമാണ്. അപ്പൊ ഞാൻ ഈ ശങ്കരവാര്യരെ കുറിച്ച് ഇങ്ങനെ എന്താ പറയാ സെർച്ച് ചെയ്ത് പോയ സമയത്ത് പോലും ഈ മനുഷ്യനെ കുറിച്ച് ഈ മനുഷ്യനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഡീറ്റെയിൽസും ഒരു ഇന്റർനെറ്റ് ആർക്കീവിലും ഇല്ല എന്നുള്ളതാണ്. ഈവൻ വിക്കിപീഡിയയിൽ പോലും പുള്ളിക്കാരൻ ഈ പറഞ്ഞ സ്ലേവ് ട്രേഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ അബോളിഷ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്ന സാധനങ്ങൾ പോലും വളരെ എന്താ പറയാ ഏറ്റവും താഴെയുള്ള ഒരു പോയിന്റ് ആയിട്ട് മാത്രം ആഡ് ചെയ്യപ്പെട്ടൊരു സാധനമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നോക്കാം നമുക്ക്. ഇതില് ശങ്കരവാര്യരാണ് റൈറ്റ് ആൻസർ. തൈക്കാട്ടുശ്ശേരി ശങ്കരവാര്യർ എന്നാണ് പുള്ളിയുടെ ശരിക്കുള്ള പേര്. ഇന്ത്യൻ സിവിൽ സർവന്റ് ആയിരുന്നു, ഇവിടുത്തെ ദിവാനായിരുന്നു, കൊച്ചി നാട്ടുരാജ്യത്തിന്റെ ദിവാനായിരുന്നു. നേരത്തെ നമ്മൾ പുള്ളിയുടെ ശങ്കുണ്ണി മേനോനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ഓപ്ഷന്റെ അകത്തുള്ള 2 പേരും, അതായത് ശങ്കുണ്ണി മേനോനും ഗോവിന്ദ മേനോനും ഇദ്ദേഹത്തിന്റെ മക്കളാണ്. ഓക്കെ, ശങ്കരവാര്യരുടെ മക്കളാണ് ഈ ശങ്കുണ്ണി മേനോനും ഗോവിന്ദ മേനോനും. ശങ്കരവാര്യർക്ക് ശേഷം പിന്നീട് ഇവർ 2 പേരും എന്താവുന്നുണ്ട്, ദിവാനായിട്ട് മാറുന്നുണ്ട്, കൊച്ചി ദിവാനായിട്ട് മാറുന്നുണ്ട്. രാജ ഓഫ് കൊച്ചിൻ എന്തായാലും അല്ല, ദിവാൻ ശങ്കരവാര്യരാണ്. ആൻസർ കീയിൽ തെറ്റുണ്ട്, ശങ്കുണ്ണി മേനോൻ അല്ല എന്നുള്ളത് ഓർത്തിച്ചാൽ മതി. സ്ലേവ് ട്രേഡ് 19th സെഞ്ചുറിയിൽ അബോളിഷ് ചെയ്യുന്നത് ശങ്കരവാര്യരാണ്. ഓക്കെ, 1940 to 56 പുള്ളിക്കാരൻ ദിവാനായിരുന്ന സമയത്താണ് അങ്ങനെ ഒരു ഡിസിഷൻ പുള്ളി എടുക്കുന്നത്. ഇവിടെ പേജ് കൂടി കാണിച്ചു തരാം. ഇതാണ് ടി ശങ്കരവാര്യര്, കാണാമെന്ന് കരുതുന്നു. ഇതാണ് ടി ശങ്കരവാര്യരെ കുറിച്ചുള്ള വിക്കിപീഡിയ പേജ്. ഈ വിക്കിപീഡിയ പേജിന്റെ ഈ ഒരു ഓപ്ഷൻ, ഇവിടെ മാത്രമാണ് പുള്ളി പറഞ്ഞ സ്ലേവറിയെ അബോളിഷ് ചെയ്യാൻ
എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്ന ഒരു പോർഷൻ അവിടെ മാത്രമാണ് കൊടുത്തത്. വേറൊരു ഇന്ത്യൻ, ഈവൻ കേരള ഹിസ്റ്ററി പറയുന്ന ആർക്കീവുകളിൽ പോലും ഇങ്ങരെ കുറിച്ച് കൂടുതൽ തന്നെ ഇല്ല. ഇങ്ങേര് സ്ലേവറിയെ എബോളിഷ് എന്ന് പറഞ്ഞ സാധനമില്ല. Shankaracharya is especially remembered for prevailing upon the Maharaja to issue a proclamation abolishing slavery on 16th February 1854. അപ്പൊ ആലോചിച്ചോക്കെ എവിടുന്നാ ചോദ്യം എടുക്കണെന്ന് ആലോചിച്ചോക്കുക. ചലഞ്ച് കൊടുക്കാം, 2 ക്വസ്റ്റ്യൻസ് അങ്ങനെ തെറ്റുണ്ടായിരുന്നു എന്നുള്ള ഓർത്ത് വെക്കാം കേട്ടോ. അയാളുടെ മക്കളെ പേര് മേലെ പറയുന്നുണ്ട്, ശങ്കുണ്ണി മേനോനും ഗോവിന്ദ മേനോനും അവരുടെ മക്കളായിരുന്നു, അവിടുത്തെ ദിവാനായിരുന്നു. ഓക്കെ, അപ്പൊ അത്രയാണ് ചോദ്യങ്ങൾ.